കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് റിസർച്ച് ഫോറം ധൈഷണിക ഭാഷാശാസ്ത്ര ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ധൈഷണിക ഭാഷാശാസ്ത്രത്തിന്റെ പ്രധാന മേഖലകളായ ധൈഷണിക ഭാഷാശാസ്ത്രത്തിന്റെ പരിചയവും ജോർജ് ലക്കോഫിന്റെ സങ്കല്പന ലക്ഷക സിദ്ധാന്തത്തെയും നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് തലച്ചോറിലെ ഇമ്മിണിവല്യ ഒന്നുകൾ എന്ന വിഷയത്തിൽ ധൈഷണിക ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാന സങ്കല്പനങ്ങളിൽ ഒന്നായ ജ്ഞാനമാതൃകാ സിദ്ധാന്തത്തെ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ റബ്സി മറിയം മാത്യു ആണ്. ചങ്ങനാശ്ശേരി SP കോളേജിലെ അതിഥി അധ്യാപികയായ ഡോക്ടർ റബ്സി സൈബർ മലയാളം ധൈഷണിക ഭാഷാശാസ്ത്ര സമീപനം എന്ന വിഷയത്തിൽ ഡോക്ടർ PM ഗിരീഷിന്റെ മാർഗനിർദ്ദേശത്തിൽ ഗവേഷണം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. ധൈഷണിക ഭാഷാശാസ്ത്ര ഗവേഷണ മേഖലയിലേക്ക് കടന്നുവരുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും പുതിയ അന്വേഷകർക്കും അതിനൊരു വഴി തുറക്കുക എന്ന അടിസ്ഥാന ഉദ്ദേശത്തോടു കൂടിയാണ് ധൈഷണിക ഭാഷാശാസ്ത്രത്തെ മുൻനിർത്തിയുള്ള ഈ പഠന ക്ലാസ് CLRF ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ തലച്ചോറിലെ ഇമ്മിണി വല്യ ഒന്നുകൾ എന്ന വിഷയത്തിൽ ജ്ഞാനമാതൃക സിദ്ധാന്തത്തെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കാനായി ഡോക്ടർ റബ്സി മറിയം മാത്യുവിനെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഈ ക്ലാസ്സിന് ശേഷം നമ്മുടെ ചർച്ച, ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ടുള്ള നമ്മുടെ ചർച്ച നടക്കുന്നതായിരിക്കും. ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോ ചാറ്റ് ബോക്സിൽ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാവാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പഠന ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമസ്കാരം. ജിഷ്ണുവിനെ നന്ദി. ജിഷ്ണു ഒരു സപ്പോർട്ടായിട്ട് ഈ മോഡറേറ്ററായിട്ട് ഈ ഒരു ക്ലാസ്സിൽ ആത്മബന്ധം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇത് ഒരു ക്ലാസ് ആയിട്ട് തന്നെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ചില ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരങ്ങളുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. നമ്മുടെ ചിന്ത എങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ചിന്ത എന്നോടൊപ്പം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങൾ ക്ലാസ് ആരംഭിക്കുന്നതന്നെ ഒരു ചോദ്യത്തോടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സജീവമായിട്ട് തന്നെ അതിൽ പങ്കെടുക്കണം എല്ലാവരും. എന്നാൽ മാത്രം നമുക്ക് ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക. ഇനി കൂടുതൽ വിശദമായിട്ടൊരു ഉത്തരമാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ റൈസ് ഹാൻഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കുക. അതിനുശേഷം ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും, ഈ ക്ലാസ്സിലുള്ള എല്ലാ ആളുകളും എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. മറ്റൊരു കാര്യം, ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നത്, ക്ലാസ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയാം. വളരെ ബേസിക് ആയിട്ട് എന്താണ് ജ്ഞാനമാതൃക സിദ്ധാന്തം എന്ന് പറയുകയാണ് ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് എന്താണ് ജ്ഞാനമാതൃക സിദ്ധാന്തം, എങ്ങനെയാണ് ആ അർത്ഥത്തെ ധൈഷണിക ഭാഷാശാസ്ത്രം മനസ്സിലാക്കുന്നത്, അർത്ഥം എങ്ങനെയാണ് നമ്മുടെ സങ്കല്പനമായി മാറുന്നത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആകാം. അപ്പോൾ അത് പിന്നീട് നടക്കുന്നതായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്ലൈഡ് കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജ്ഞാനമാതൃകകൾ തലച്ചോറിലെ ഇമ്മിണി വല്യ ഒന്നുകൾ എന്നാണ് നമ്മുടെ ക്ലാസിന്റെ പേര്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കം തന്നെ ഒരു ചോദ്യമാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പദം
നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, ആദ്യമായിട്ട് കാണുകയായിരിക്കാം ഈ ഒരു പദം, അല്ലെങ്കിൽ ഇതിനോട് സാദൃശ്യമുള്ള ഏതോ പദങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പദം കാണുന്ന മാത്രയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അർത്ഥം, നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഈ പദത്തെ മനസ്സിലാക്കുന്നത് എന്നൊന്ന് പറഞ്ഞാൽ, ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് ക്ലാസ് മുൻപോട്ട് വേഗത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഈ പദത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഈ പദം കാണുമ്പോൾ, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം മുൻപോട്ട് പോകാം. ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിട്ടാണ്, കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ഈ പറയുന്ന സന്ദർഭത്തിൽ ചാറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇരട്ടൈ കിളവി എന്നുള്ള ഈ പദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം അതിൽ നിന്ന് സങ്കല്പനം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തർത്ഥമായിരിക്കും ഈ പദത്തിന് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് എന്തൊക്കെയാണ്, ആശയങ്ങൾ, ഈ വാക്ക് കാണുമ്പോൾ തോന്നുന്ന ആശയങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് ചാറ്റിലിടാവോ? ആരും ഇതുവരെ ഇട്ടിട്ടില്ല. വേഗം 1-2 പേരിട്ടാൽ പോലും എനിക്ക് ക്ലാസ് മുൻപോട്ട് പോകാൻ കഴിയും. ഒരു ഉത്തരം വേണം. അതെ, തമിഴ് പദം എന്നൊരു ഉത്തരം വരുന്നുണ്ട്. ജീൻസ് സിനിമയിലെ പാട്ട് ഓർമ്മ വരുന്നു എന്ന് ബിൻഡോ അലക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ആരൊക്കെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വാക്ക് അർത്ഥം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ വാക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കിത്. വളരെയധികം പ്രായം തോന്നുന്ന സ്ത്രീ എന്നാണോ അർത്ഥം എന്ന് അശ്വിത ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല അർത്ഥങ്ങൾ ഈ വാക്ക് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ പദത്തിന് അർത്ഥം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരുപാട് ദൈക്ഷണിക പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ്, ഇപ്പൊ ബിൻഡോ പറഞ്ഞ ഉത്തരവുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ബിൻഡോ പറഞ്ഞത് ഇത് ജീൻസ് സിനിമയിലെ ഒരു പാട്ടിൽ കേട്ട വാക്ക് പോലെ ഉണ്ട് എന്ന്. ഇതാണ് ആ പാട്ട്. അപ്പോൾ ആദ്യം പ്രജീഷ് പി പറഞ്ഞ തമിഴ് പദമാണ് എന്നൊരു അറിവ്, മറ്റത് വിൻഡോ പറഞ്ഞ ജീൻസ് സിനിമയിലെ പാട്ട് എന്നുള്ളത്, പിന്നെ പ്രായം തോന്നുന്ന സ്ത്രീ, ഇരട്ടവാൽ കിളി തുടങ്ങിയിട്ടുള്ള ഒരുപാട് അർത്ഥങ്ങൾ. നമ്മൾ എങ്ങനെയാണ് ഈ അർത്ഥത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മുടെ ദൈക്ഷണിക പ്രക്രിയയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു അറിവാണ് വിൻഡോ പറഞ്ഞ അഭിപ്രായവുമായിട്ട്, അല്ലെങ്കിൽ വിൻഡോ ഇതിനെ മനസ്സിലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇതിന്റെ ഒരു പുതിയ ഫ്രെയിം കൂടെ അതിലേക്ക് വരികയാണ്. സിനിമ എന്നൊരു ഫ്രെയിം അതിൽ വരികയാണ്. ആ സിനിമ, പ്രത്യേക സിനിമ എന്നുള്ള ഫ്രെയിം വരുന്നു. അപ്പൊ വീണ്ടും നമുക്ക് അതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇത് മറ്റൊന്നായിട്ട് മാറുന്നു. നിങ്ങൾ ജീൻസ് സിനിമ കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഈ പശ്ചാത്തലം, സിനിമയുടെ ഇതിവൃത്തം എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ പോപ്പുലർ ആയിട്ടുള്ള AR റഹ്മാൻ മ്യൂസിക് ചെയ്തിട്ടുള്ള, വൈരമുത്ത് രചിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോ ഇത്രയാണ് പാട്ട്. വിൻഡോ പറഞ്ഞ പോലെ പാട്ട് നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ വരികളുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഇത് തമിഴിലുണ്ടല്ലോ എന്ന് പറയുന്നു. ഇത് പിരിച്ചു വെച്ചാൽ, 2 പദങ്ങളായിട്ട് പിരിച്ചു വെച്ചാൽ അതിന് പ്രത്യേക അർത്ഥങ്ങളൊന്നുമില്ല എന്നും, പിരിച്ചു വെക്കുന്നത് കൊണ്ട് ന്യായവുമില്ല, വ്യാകരണപരമായിട്ടുള്ള പ്രാധാന്യമോ ആശയപരമായിട്ടുള്ള പ്രാധാന്യമോ ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇരട്ടൈ കിളവി എന്നുള്ളത് നമുക്കൊരു പുതിയ ആശയമാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന, ഇപ്പം കമന്റ് ചെയ്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്തായാലും കമന്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അർത്ഥമാണ്, ഒരു പുതിയ പദമാണ്. ഈ പദത്തെ നമ്മൾ എല്ലാവരും എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? ഈ അർത്ഥത്തെ ഗ്രഹിക്കാൻ ഈ പദത്തെ നമുക്ക് പരിചയമുള്ള ഒരു ഭാഷയാണ്, അല്ലെങ്കിൽ ഏത് ഭാഷയാണെന്ന് നമ്മൾ ആദ്യം ഭാഷയെ തിരിച്ചറിയാൻ ശ്രമിക്കും. നമുക്ക് അറിയാത്ത ഒരു പദം കാണുമ്പോൾ ഇത് മലയാളമാണോ, നമുക്ക് അറിയാവുന്ന മറ്റേതെങ്കിലും ഭാഷയാണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? മുറിച്ച് നോക്കും ഇല്ല, ഇരട്ട വാൽ കിളി എന്നും അല്ലെങ്കിൽ ഇരട്ട കിളവി, ഈ 2 പദങ്ങളായിട്ട് നമ്മൾ മുറിച്ചു നോക്കും. അപ്പൊ ഇരട്ട എന്ന് പറഞ്ഞാൽ ട്വിൻ എന്നാണ് അർത്ഥം, കിളവി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ സ്ത്രീ, അതാണ് അശ്വിത പറഞ്ഞ വൃദ്ധയായ സ്ത്രീ എന്ന അർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മൾ അതിനെ അർത്ഥം തിരിച്ച്, വാക്കുകളെ മുറിച്ച് അർത്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ബന്ധിപ്പിച്ച് നോക്കും, അതാണ് ഇരട്ടയും കിളവിയും കൂടെ ചേർത്തിട്ട് ഇത് വൃദ്ധയായ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലേക്ക് പോകുന്നത്. മറ്റൊരു കാര്യം, സമാന ആശയത്തെ തിരയുകയാണ്. അതാണ് നിഷ ചെയ്തത്.
ഇരട്ട വാൽക്കിളി എന്ന് പറയുന്ന അതുപോലെയൊരു ആശയം മലയാളത്തിലുണ്ടോ, നമ്മുടെ അറിവിലുണ്ടോ എന്ന് തിരയുകയാണ് ഈ പ്രക്രിയയിലെല്ലാം നമ്മൾ ചെയ്തത്. എന്നിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്തും, ഇതായിരിക്കും ഇതിന്റെ അർത്ഥം, ഈ അർത്ഥമായിരിക്കും ഇതിന് ഉണ്ടാവാൻ സാധ്യത എന്നുള്ള ആ ഒരു ഇതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ നടക്കുന്ന, നമ്മുടെ ചിന്തയിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ഇതൊക്കെ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ദൈക്ഷണിക വൃത്തികളുമായിട്ട്, പലതരം ദൈക്ഷണിക വൃത്തികൾ നമ്മൾ ഇതുപോലെ ആശയങ്ങളെ അറിയുന്ന പ്രക്രിയയിൽ പിന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തെ കേൾക്കുമ്പോൾ, ഒരു പദം കേൾക്കുമ്പോൾ, ഒരാശയം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നടക്കുന്ന പലതരം ദൈക്ഷണിക പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിയിൽ നടക്കുന്ന ദൈക്ഷണിക പ്രവർത്തനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും, നമ്മൾ വസ്തുവും പശ്ചാത്തലവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കും, നമ്മൾ വർഗീകരിച്ച് നോക്കും, നമ്മൾ ലക്ഷണാത്മകമാണോ ഈ പദം എന്ന് ചിന്തിച്ചു നോക്കും, ഇത് ഉപാദാന ബന്ധം എന്തെങ്കിലും ഉണ്ടോ, ഇത് അറിയാതെ സംഭവിക്കുന്ന പ്രവൃത്തിയാണ്, മസ്തിഷ്കത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് ഇത്. അപ്പം അർത്ഥം എന്ന് പറയുന്നത്, ദൈക്ഷണിക ഭാഷാശാസ്ത്രം പറയുന്നത്, ദൈക്ഷണിക അർത്ഥപഠനം പറയുന്നത് അർത്ഥം സങ്കല്പനമാണ്. അർത്ഥം എന്ന് പറയുന്നത് സങ്കല്പനമാണ്. അത് വ്യാകരണവും സങ്കല്പനമാണ്. ഇതൊന്നും ഭാഷാരൂപവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് നമ്മൾ അറിവാർജനം എന്ന് പറയുന്ന, അതാണ് നമ്മുടെ ദൈക്ഷണിക ഭാഷാശാസ്ത്രത്തിന്റെ പ്രധാന പരികല്പന എന്ന് പറയുന്നത്. അറിവാർജനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഷാർജനം എന്ന് പറയുന്നത് ഏതൊരു അറിവും ആർജിക്കുന്നത് പോലെയുള്ള ഒരു അറിവാർജന പ്രക്രിയയാണ് മനുഷ്യ ബുദ്ധിയുടേത്. അപ്പം ഏതൊരു അറിവും നമ്മൾ ആർജിക്കുന്നത് ഇങ്ങനെ പല ദൈക്ഷണിക വൃത്തികളിലൂടെ ആയിരിക്കാം. ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വസ്തുവും പശ്ചാത്തലവുമായിട്ട് മാത്രമായിരിക്കും നമുക്ക് ആയിരിക്കും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ചിലത് നമ്മൾ വർഗീകരിച്ച് മനസ്സിലാക്കും, അല്ലെ? ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ തലച്ചോറിൽ നടക്കും, നമ്മുടെ അറിവുമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പൊ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ തലച്ചോറ് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ദൈക്ഷണിക എൻ്റെ തലച്ചോറിൽ നടക്കുന്ന വൃത്തികളുമായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അറിവനുഭവങ്ങളിൽ ഉള്ള കാര്യങ്ങളായിരിക്കും എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണം എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് ഏകദേശം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏകദേശം ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ഒരിക്കലും നമുക്ക് പട്ടിയിറച്ചി ചിലപ്പോൾ മലയാളിയുടെ ദൈക്ഷണിക ഘടനയിൽ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവില്ല. ഒരിക്കലും നമുക്ക് പനമ്പട്ട എന്ന് കേൾക്കുമ്പോൾ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നല്ല പനമ്പട്ട എന്നുള്ളത്. കാരണം നമ്മുടെ ഭക്ഷണം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ അനുഭവത്തിലുള്ള, ഇനി പനമ്പട്ട എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആനയുമായിട്ടാണ് അതിനെ ബന്ധിപ്പിക്കുക, ആനയുടെ ഭക്ഷണമായിട്ട് ബന്ധിപ്പിക്കും. ഇപ്പോൾ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന, ബിരിയാണി എന്നുള്ള പദം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന എൻ്റെ ആർജിത അറിവുകൾ, എത്ര തരം ബിരിയാണികൾ, ബിരിയാണിയുടെ മണം, ബിരിയാണിയുടെ കാഴ്ച, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ അറിവ്, ഞാൻ ഇത്ര കാലം ജീവിച്ചു, അല്ലെ? ഞാനൊരു 10-30 വർഷം ജീവിച്ചത് കൊണ്ട് ഞാൻ ഇതുവരെ ആർജിച്ചിട്ടുള്ള, എൻ്റെ ഇന്ദ്രിയങ്ങൾ വഴിയൊക്കെ ഞാൻ ആർജിച്ചിട്ടുള്ള എല്ലാത്തരം അറിവുകളും ഇതിന് പശ്ചാത്തലമായിട്ട് നിൽക്കും. അപ്പോൾ വ്യാകരണം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഇതും സങ്കല്പനമാണ്, ആർജിതമാണ്. അത് കൃത്യമായിട്ട് ഭാഷാരൂപവുമായിട്ട് ബന്ധമില്ല എന്ന് പല സൈദ്ധാന്തികരും കാലകാലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ മനുഷ്യന്റെ ചിന്തിക്കുന്ന വിധവുമായിട്ട്, മസ്തിഷ്കവുമായിട്ട്, ഇന്ദ്രിയ വൃത്തികളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ദൈക്ഷണിക അർത്ഥപഠനം, ദൈക്ഷണിക ഭാഷാശാസ്ത്രം ഒക്കെ ചെയ്യുന്നത്. അവിടെയാണ് വ്യത്യാസം വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ ആർജിക്കുന്നതാണ്. അത് പലതരം തിയറികൾ പറയുന്നുണ്ട്. മനുഷ്യൻ ആർജിക്കുന്നതാണ്, അനുകരിക്കുന്നതാണ് എന്നൊക്കെയുള്ള പല തിയറികൾ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ ആർജനത്തിൽ ഇടപെടുന്നത് മനുഷ്യന്റെ മസ്തിഷ്കമാണെന്നും അത് മറ്റേതൊരു അറിവാർജനം പോലെ തന്നെയുള്ള ഒന്നാണ് ഭാഷാർജനവും എന്ന് പറയുന്നതാണ് ദൈക്ഷണിക ഭാഷാശാസ്ത്രം. ദൈക്ഷണിക അർത്ഥപഠനം അർത്ഥത്തെ സങ്കല്പനമായിട്ട് മനസ്സിലാക്കുന്നു, സങ്കല്പനമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് 1980-കൾ മുതൽ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സും കോഗ്നിറ്റീവ് സെമാൻറ്റിക്സ് ഒക്കെ ഒരുപാട് വഴികൾ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ അർത്ഥത്തെ, കാരണം അർത്ഥപഠനം സൈദ്ധാന്തിക ഭാഷാ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. ഇത് എത്ര കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്, അല്ലെ? അർത്ഥത്തെ എങ്ങനെയാണെന്ന് പിടിച്ചു കെട്ടാൻ കഴിയുക, അല്ലെ? ഒരു അശ്വമേധം നടത്തുന്ന പോലെ അർത്ഥത്തെ എങ്ങനെ നമുക്ക് ഒന്ന് നിർവചിക്കാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പൊ ദൈക്ഷണിക ഭാഷാശാസ്ത്രം മുൻപോട്ട് വെക്കുന്നത് മനുഷ്യന്റെ ചിന്ത,
മനുഷ്യന്റെ ഇന്ദ്രിയ വൃത്തികൾ അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനവുമായിട്ട് ഭാഷയെ ബന്ധിപ്പിക്കുന്നു, അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈക്ഷണിക അർത്ഥ പഠനത്തിന് ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഈ ഒരു ഹൈപ്പോത്തിസിസിൽ നിന്നുകൊണ്ട് ഭാഷ സങ്കല്പനമാണ് എന്നും അറിവ് സങ്കല്പനമാണ് എന്നും വ്യാകരണം സങ്കല്പനമാണ് എന്നും ഇങ്ങനെയുള്ള ഹൈപ്പോത്തിസിസുകളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അർത്ഥത്തെ പഠിക്കാൻ കഴിയുക എന്ന് പല ദൈക്ഷണിക ഭാഷാശാസ്ത്രജ്ഞരും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളെ നമുക്ക് ഏറ്റവും ആദ്യം തന്നെയുള്ള 1982 ചാൾസ് ജെ ഫിൽമോർ അവതരിപ്പിച്ചിട്ടുള്ള സിദ്ധാന്തമാണ് ഫ്രെയിം സെമാൻറ്റിക്സ് എന്നുള്ളത്. അദ്ദേഹം ഒരു പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ലേഖനം 1982 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫ്രെയിം സെമാൻറ്റിക്സ് എന്നുള്ള ലേഖനത്തിലാണ് ഈ ഒരു ജ്ഞാനാർത്ഥ വിചാരം എന്ന് നമ്മൾ പരിഭാഷ ചെയ്തിട്ടുള്ള ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഗിൽസ് ഫൂക്കോണിയർ 1985 മെന്റൽ സ്പേസ് തിയറി എന്ന മനോതല സിദ്ധാന്തം അവതരിപ്പിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ. ഇതെല്ലാം പറയുന്നത് അർത്ഥം സങ്കല്പനമാണ്, വ്യാകരണം സങ്കല്പനമാണ് എന്നാണ് പറയുന്നത്. അത് മസ്തിഷ്ക വൃത്തിയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിന് പല വഴികൾ ഇവർ കണ്ടെത്തുന്നു, പല രീതികൾ അർത്ഥത്തെ പിടിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. മൂന്നാമത്തെ സിദ്ധാന്തം പ്രധാനപ്പെട്ടത് ജോർജ് ലെക്കോഫിന്റെ 1987 അദ്ദേഹം അവതരിപ്പിക്കുന്ന ഐഡിയലൈസ്ഡ് കോഗ്നിറ്റീവ് മോഡൽ അഥവാ ഉത്തമ ദൈക്ഷണിക മാതൃകാ സിദ്ധാന്തം ആണ് 1987. നാലാമത്തെ സിദ്ധാന്തം ദൈക്ഷണിക വ്യാകരണമാണ്. റൊണാൾഡ് ഡബ്ല്യു ലങ്കാക്കർ അവതരിപ്പിക്കുന്ന ദൈക്ഷണിക വ്യാകരണം. ലങ്കാക്കറിന്റെ പേരിൽ മാത്രമല്ല മറ്റു പലരും ദൈക്ഷണിക കോഗ്നിറ്റീവ് ഗ്രാമർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ടാൽമിയുടെ ടുവേർഡ്സ് എ കോഗ്നിറ്റീവ് സെമാൻറ്റിക്സ് എന്നൊരു പുസ്തകവും ഇതിനോടൊപ്പം. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ദൈക്ഷണിക അർത്ഥ വിചാരത്തിലെ സൈദ്ധാന്തികരായിട്ടുള്ള വ്യക്തികൾ. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ജ്ഞാന മാതൃകാ സിദ്ധാന്തമാണ്. ഇത് തലച്ചോറിലെ ഇമ്മണി വലിയ ഒന്നാണെന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി തിയറികളൊക്കെ എന്തെല്ലാമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതൊക്കെ ഇനിയൊരു സന്ദർഭം നമുക്ക് ഇതുപോലെ ഒരുക്കാൻ പറ്റുമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബാക്കി സിദ്ധാന്തങ്ങളൊക്കെ ഇങ്ങനെ അടിസ്ഥാന സിദ്ധാന്തങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന തുടർച്ചയായ ക്ലാസ്സുകളൊക്കെ ഇനിയും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച് LRF ഓർഗനൈസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം ഒരുങ്ങുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ജ്ഞാനാർത്ഥ വിചാരം, ഫ്രെയിം സെമാൻറ്റിക്സ് ആണ്. വളരെ രസമുള്ള ഒരു ഏരിയ ആണിത്. ശരിക്കും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാ ചിന്തകളും, ഭാഷ മാത്രമല്ല ഭാഷയിലൂടെയുള്ള ചിന്ത, നമ്മുടെ മുഴുവൻ മനുഷ്യന്റെ സങ്കല്പനം എന്ന് പറയുന്നത്, കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഫ്രെയിമുകളായിട്ടാണ് എന്നാണ് സിദ്ധാന്തം പറയുന്നത്. നമ്മൾ ഈ ക്ലാസ്സിന്റെ ബാക്കി ഭാഗത്ത് വിശദമായിട്ട് കാണും. അപ്പോൾ അതിനു മുൻപ് എന്താണ് മനോതല സിദ്ധാന്തം എന്ന് ഒന്ന് പറയുന്നു. മനോതല സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ ട്രൂത്ത് കണ്ടീഷണൽ സെമാൻറ്റിക്സ് എന്ന് പറയുന്ന സത്യാധിഷ്ഠിത അർത്ഥ വിജ്ഞാനം, ട്രൂത്ത് കണ്ടീഷണൽ സെമാൻറ്റിക്സിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഒന്ന് പൊളിച്ചെഴുതിക്കൊണ്ട് പരിഷ്കരിച്ചു കൊണ്ടുവന്നിട്ടുള്ള സിദ്ധാന്തം എന്നെല്ലാം നമുക്ക് പറയില്ലേ. അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന സിദ്ധാന്തം എന്ന് പറയുന്നതിൽ കൂടുതൽ നല്ലത് പരിഷ്കരിക്കുന്നു. ഒരു ആശയത്തെ പിൽക്കാലത്ത് കൂടുതൽ അറിവ് ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മുൻപ് പറഞ്ഞ ഒന്നിനെ നമ്മൾ കൂടുതൽ പരിഷ്കരിച്ച് അവതരിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ. അപ്പോൾ മനോതല സിദ്ധാന്തം, നമ്മുടെ ട്രൂത്ത് കണ്ടീഷണൽ സെമാൻറ്റിക്സ് അഥവാ സത്യാധിഷ്ഠിത അർത്ഥവിജ്ഞാനം പറയുന്നത് സത്യം എന്നുള്ള, വാസ്തവം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അർത്ഥത്തെ മനസ്സിലാക്കുന്നത്. അല്ലെ, വാസ്തവമാണോ അല്ലയോ എന്ന് തട്ടിച്ചു നോക്കും. എന്നിട്ടാണ് ആ വിശ്വാസത്തിന്റെ, വാസ്തവമാണ് എന്ന വിശ്വാസത്തിൽ നമ്മൾ കാര്യത്തെ മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൽപ്പിത തലമാണ്. അതൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നതും കൽപ്പിത തലം എന്ന് പറയുന്നതും ഇങ്ങനെ രണ്ട് ആശയങ്ങളുണ്ട്, ഒരു രണ്ട് തലങ്ങളുണ്ട് ഒരു ആശയത്തെ സംബന്ധിച്ച്. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരു കൽപ്പിത തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മഹാഭാരതത്തിലെ നമ്മുടെ പാഞ്ചാലി സ്വയംവരം ഒക്കെ നടന്നതിന് ശേഷം പാഞ്ചാലിയെയും കൊണ്ട്, അല്ലെങ്കിൽ പാണ്ഡവരെന്നല്ല, അർജുനനാണ് പാഞ്ചാലിയെ വരിച്ചത്. സ്വയംവരം അർജുനൻ വരിച്ചു എന്നല്ലല്ലോ പറയേണ്ടത്, സ്വയംവരമാണ് പാഞ്ചാലി വരിച്ചു എന്ന് തന്നെ പറയണം. അങ്ങനെയാണ്, അതാണ് നമുക്കറിയാലോ, അതിന്റെ മറ്റ് തലങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പാഞ്ചാലിയെ കൊണ്ട് അർജുനനും
മറ്റ് പാണ്ഡവരും ഇവരുടെ അജ്ഞാതവാസ കാലാണ്. അപ്പോ ഭിക്ഷാന്തേഹികളായിട്ടാണ് ജീവിക്കുന്നത്. ഇവരുടെ കുടിലിന്റെ മുൻപിൽ എത്തുന്നു. അമ്മയായ കുന്തി ഉള്ളിലാണെന്ന് നമുക്കറിയാം. പുറത്തു നിന്നിട്ട് പാണ്ഡവര് പറയുന്നു, എനിക്ക് കൃത്യമായിട്ട് ഇത് ആര് പറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അവരാരോ പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഭിക്ഷയുമായി വന്നു, ഇന്നത്തെ ഭിക്ഷയുമായി വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പാണ്ഡവരുടെ യാഥാർത്ഥ്യം, അവരുടെ ഭിക്ഷ എന്ന് പറയുന്നത് അവര് പാഞ്ചാലി എന്ന യുവതിയെയാണ്, അല്ലെ, രാജകുമാരിയാണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പോ പാഞ്ചാലി എന്നുള്ള യുവതിയാണ്, പാഞ്ചാല രാജന്റെ പുത്രിയായിട്ടുള്ള കൃഷ്ണ എന്ന പെൺകുട്ടിയാണ് ഇവർ ഭിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരുടെ യാഥാർത്ഥ്യം അതാണ്. അതേപോലെ തന്നെ ഉള്ളിൽ നിൽക്കുന്ന കുന്തി, ഇവർ പറഞ്ഞ ഭാഷ ഭിക്ഷ എന്ന് തന്നെയാണ്, എന്നും പറയുന്നതായിരിക്കാം. അപ്പോൾ ഉള്ളിൽ നിൽക്കുന്ന വീടിനുള്ളിലുള്ള അമ്മ പറയുന്നത്, കുന്തി പറയുന്നത്, കിട്ടിയത് എന്നത്തെയും പോലെ എല്ലാവരും ചേർന്ന് പങ്കിട്ടെടുത്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ കുന്തി നിൽക്കുന്ന യാഥാർത്ഥ്യവും വീടിനകത്തുള്ള കുന്തിയുടെ യാഥാർത്ഥ്യവും പുറത്തു നിൽക്കുന്ന പാണ്ഡവരുടെ യാഥാർത്ഥ്യവും വ്യത്യാസമാണ്. അപ്പോൾ ഇതിനെയാണ് കൽപ്പിത തലം എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇത് കുന്തിയുടെ ചിന്തയിൽ കൽപ്പിത തലത്തിൽ ഭിക്ഷ എന്നതുകൊണ്ട് അവര് ഭക്ഷണമോ അതുപോലെയുള്ള ഒരു ഭിക്ഷ യാചിച്ച് കിട്ടിയത് എന്തോ എന്നുള്ളതാണ് കുന്തിയുടെ കൽപ്പിത തലം. അത് വെച്ചിട്ടാണ് കുന്തി മറുപടി പറയുന്നത്. പുറത്തു നിൽക്കുന്നവരുടെ കൽപ്പിത തലം, ഒരു ഭിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു പ്രത്യേക കാര്യത്തെയാണ്. പാഞ്ചാലി അർജുനനെ സ്വയംവരം ചെയ്യുകയും ഇവരോടൊപ്പം വന്നു എന്നുള്ളതാണ് അവരുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ യാഥാർത്ഥ്യത്തിന്റെ തലവും കൽപ്പിത തലവും വ്യത്യാസമാണ്. അത് കൽപ്പിത തല നിർമ്മാണം, മെന്റൽ സ്പേസ് ബിൽഡിംഗ്, ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് നമ്മുടെ മസ്തിഷ്കത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഭിക്ഷ ഇന്നത്തെ ഭിക്ഷ കിട്ടി എന്ന് പറയുമ്പോൾ കുന്തിയുടെ ചിന്ത പോകുന്നത് എന്നത്തെയും പോലെയുള്ള ഭിക്ഷയാണെന്നും, അത് കുന്തിയുടെ പൂർവ്വധാരണയാണ്. കുന്തിക്ക് ഇതിനു മുൻപുള്ള ദിവസങ്ങളിലൊക്കെയും ഇവർ പറഞ്ഞതനുസരിച്ച് കുന്തിയുടെ അറിവാണ്. കാരണം ഭിക്ഷ യാചിക്കാനാണ് മക്കൾ പോയതെന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക ഭിക്ഷ എന്ന് പറയുന്നത് വസ്ത്രമോ ആഹാരമോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ള അറിവാണ് കുന്തിയുടെ പൂർവ്വധാരണ. അപ്പൊ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് പങ്കിട്ടെടുത്തോളൂ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പെൺകുട്ടിയെ പങ്കിട്ടെടുക്കാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ ഇങ്ങനെ ഒരു കൽപ്പിത തലമുണ്ട്. ആ കൽപ്പിത തലത്തിനും യാഥാർത്ഥ്യ തലത്തിനും വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു തിയറിയാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അർത്ഥത്തെ നിർവചിക്കാൻ ശ്രമിക്കുന്ന സിദ്ധാന്തമാണ് മനോതല സിദ്ധാന്തം. അതിന് കൺസെപ്ച്വൽ ബ്ലെൻഡിങ് എന്ന് പറയുന്ന സങ്കല്പനപരമായി നമ്മൾ ഇതിനെ ബന്ധിപ്പിച്ചിട്ടാണ് അർത്ഥത്തെ മനസ്സിലാക്കുക എന്നെല്ലാം പറയുന്ന ഒരു സിദ്ധാന്തമാണ് മനോതല സിദ്ധാന്തം അഥവാ മെന്റൽ സ്പേസ് തിയറി. വിശദമായിട്ട് തുടർന്ന് നമുക്ക് ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആകും എന്നാണ് ഞാൻ, കാരണം കൂടുതൽ ഇതിലേക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഈ ക്ലാസ്സിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ. രണ്ടാമത്തേത് ഉത്തമ ദൈക്ഷണിക മാതൃക എന്ന് പറയുന്ന ലെക്കോഫിന്റെ തിയറിയാണ്. ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട സാധ്യമായ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും പശ്ചാത്തലമായി നിർത്തിക്കൊണ്ട് അതിലൊന്നിനെ ഉത്തമമായിട്ട് എടുക്കുന്ന ഒരു അർത്ഥഗ്രഹണം അല്ലെങ്കിൽ അർത്ഥ പഠന രീതിയാണ് ഉത്തമ ദൈക്ഷണിക മാതൃക അഥവാ ഐഡിയലൈസ്ഡ് കോഗ്നിറ്റീവ് മോഡൽ എന്നുള്ള ജോർജ് ലെക്കോഫിന്റെ തിയറി. ലെക്കോഫിന്റെ തിയറി വർഗീകരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യ ബുദ്ധിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒരു പദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാറ്റിനെയും ഓരോ കാറ്റഗറി ആയിട്ട് ഓരോ വർഗമായിട്ട് മനസ്സിലാക്കുന്ന മനുഷ്യബുദ്ധിയുടെ ഒരു രീതിയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡോക്ടർ PM ഗിരീഷ് അവതരിപ്പിച്ചിട്ടുള്ള ഉദാഹരണം തന്നെ, നേരത്തെ ഞാൻ ഭക്ഷണം എന്നൊരു ഉദാഹരണം പറഞ്ഞു. അപ്പം PM ഗിരീഷ് അവതരിപ്പിച്ചിട്ടുള്ള ഉദാഹരണം പക്ഷിയുടെ ഉദാഹരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണം എന്ന ഉദാഹരണം തന്നെ പറയാം. അപ്പം ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ വ്യക്തിക്കും മനസ്സിൽ വരുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് അല്ലെ. ഭക്ഷണം എന്ന കാറ്റഗറി, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഭക്ഷണം എന്ന വർഗത്തിന്റെ പ്രത്യേകത അത് ഭക്ഷിക്കാൻ കഴിയുന്നതാവണം. എല്ലാത്തിനെയും നമ്മൾ ഭക്ഷിക്കില്ല, എല്ലാ കാര്യങ്ങളും ഭക്ഷിക്കില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിനെയും കഴിക്കില്ല. അപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് പലതരം ഭക്ഷണങ്ങളെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് വിശപ്പിനുള്ളതാണ്. നമുക്ക് വായിലൂടെ അകത്തേക്ക് എടുക്കാൻ കഴിയുന്ന ദഹിക്കുന്ന ഒന്നായിരിക്കണം ഭക്ഷണം. അത് വിശപ്പിന് അല്ലെങ്കിൽ മനുഷ്യനെ തിരിച്ച് ഉപദ്രവിക്കാത്ത
നിലയിലുള്ളതായിരിക്കണം. മനുഷ്യന് പച്ചയ്ക്ക് അല്ലെങ്കിൽ ജീവനോടെ ഒരു ജന്തുവിനെയും ഭക്ഷിക്കില്ല. അപ്പൊ ഇങ്ങനെ ഓരോ വ്യക്തിയുടെ അറിവും വ്യത്യസ്തമായിരിക്കും. ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭക്ഷണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അതിനകത്ത് കോഴിയോ താറാവോ പോത്തോ പന്നിയോ അത്തരം പിന്നെ സസ്യേതര ആഹാരങ്ങളൊന്നും വരില്ല. ഇനിയിപ്പോ നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പാറ്റയോ പല്ലിയോ പുഴുവോ ഒന്നും നമ്മുടെ ഭക്ഷണം എന്നുള്ള പിന്നെ അറിവിൽ വരില്ല. നമുക്കത് ശീലമില്ല, നമ്മുടെ അനുഭവ തലത്തിൽ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത് അതിൻ്റെ അകത്തെ ഏതെങ്കിലും ഈ അറിവുകളെ എല്ലാം, ഭക്ഷണത്തെ സംബന്ധിക്കുന്ന സർവ്വ അറിവുകൾ നമുക്കറിയാം അല്ലെ. നമ്മൾ ഭക്ഷണമാക്കുന്നത്, മറ്റ് വിഭാഗങ്ങൾ ഭക്ഷണമാക്കുന്നത്, ലോകത്തുള്ള മനുഷ്യർക്ക് ഏതൊക്കെ തരം ഭക്ഷണങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള നമ്മുടെ അറിവുകളുണ്ട്. റോ ആയിട്ട് കഴിക്കുന്നത് ചില നാട്ടുകാരുടെ രീതിയാണ്. റോ ആയിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുക എന്നുള്ളത്. വെജിറ്റബിൾസും ഓക്കെ, ഫ്രൂട്ട്സും നമ്മൾ പിന്നെ ഏത്തപ്പഴം പോലെയുള്ള ചില ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാറുള്ളൂ. എന്നാൽ എല്ലാം റോ ആയിട്ട് സാലഡ്സ് ആയിട്ട് കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ട് പലർക്കും. അങ്ങനെയുള്ള ഒരുപാട് ജ്ഞാനങ്ങളുണ്ട്. ഈ ജ്ഞാനങ്ങളെ, ഭക്ഷണത്തെ സംബന്ധിക്കുന്ന എല്ലാ ജ്ഞാനങ്ങളെയും പശ്ചാത്തലമാക്കി നിർത്തിക്കൊണ്ട് അതിലേതെങ്കിലും ഒന്നിനെ ഉത്തമമായിട്ട് എടുക്കുക. ഒന്നിനെ ഉത്തമമായിട്ട് എടുത്തുകൊണ്ട്, അപ്പം ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ഒരു ഭക്ഷണം ഏതാണ്? അതാണ് നിങ്ങളുടെ ഉത്തമ ദൈക്ഷണിക മാതൃകയായിട്ട് നിങ്ങൾ ഭക്ഷണം എന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും എല്ലാ ഗുണങ്ങളുമുള്ള, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ, എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നത്, നിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായതിനെയാണ് നിങ്ങൾ ഭക്ഷണം എന്ന് പറയുന്നത്. ഇത് ഭാഷയിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് പറയുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉത്തമ ദൈക്ഷണിക മാതൃക പിന്നെ നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് വെച്ചാൽ, അത് ബിംബ വ്യവസ്ഥയിലൂടെയും ആനുപാതിക മാതൃകയിലൂടെയൊക്കെ പലതരം ബിംബങ്ങൾ, ഇമേജ് സ്കീമുകൾ നമ്മുടെ മനസ്സിൽ വരും. അത് കേന്ദ്ര അതിർത്തി വ്യവസ്ഥ, പാത്ര വ്യവസ്ഥ, കണ്ണി വ്യവസ്ഥ എന്നൊക്കെയുള്ള ഒരുപാട് വ്യവസ്ഥകൾ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഇതും മറ്റൊരു ക്ലാസിന്റെ വിഷയമാണ്, നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ പരിധിയിൽ നിൽക്കുന്നതല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത് ദൈക്ഷണിക വ്യാകരണമാണ്. അത് വക്താവിന്റെ സങ്കല്പനത്തിലാണ് അർത്ഥം കുടികൊള്ളുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ദൈക്ഷണിക വ്യാകരണം. അതിന് ജ്ഞാന പശ്ചാത്തലമെന്നും അടിസ്ഥാന തലമെന്നും ബാഹ്യാർത്ഥ സൂചകമെന്നും 3 പിന്നെ ആശയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ദൈക്ഷണിക വ്യാകരണം അർത്ഥത്തെ നിർവചിക്കുന്നത്. അപ്പോൾ ഒന്നിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു ആശയമായിരിക്കാം, പക്ഷെ അതിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു ജ്ഞാന പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ടാണ് മനസ്സിലാക്കുക. ഇപ്പൊ പ്രിൻസിപ്പൽ എന്നൊരു പദം ഞാൻ പറയുമ്പോൾ നമ്മുടെ ജ്ഞാന പശ്ചാത്തലത്തിൽ തെളിഞ്ഞു വരുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രിൻസിപ്പൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളത് വരുന്ന ഒരു ഹയറാർക്കി ഉണ്ട്, ഒരു ബദ്ധമായി അല്ലെങ്കിൽ ശ്രേണീകരണം ഉണ്ട് എന്നൊക്കെ, നമ്മൾ അധികാരത്തിന്റെ ശ്രേണിയുണ്ട്, ഹയറാർക്കി പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ജ്ഞാന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന അടിസ്ഥാന തലത്തിൽ, പ്രത്യേകിച്ച് കോളേജ്, ഇപ്പം സ്കൂളുകളിലൊക്കെ ഹയർ സെക്കൻഡറിക്ക് മാത്രമാണ് പ്രിൻസിപ്പൽ ഉള്ളത് കേരളത്തില്. മറ്റ് പിന്നെ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളിന്റെ ചുമതല ഹെഡ് മാസ്റ്റർക്കാണ് നിൽക്കുന്നത്. അപ്പൊ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന പൊസിഷൻ, അധികാര ശ്രേണിയിൽ ഏറ്റവും മേലെ ഇരിക്കുന്നത് പ്രിൻസിപ്പലാണ്. അപ്പോൾ ആ കോളേജ് എന്നൊരു അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നൊരു അടിസ്ഥാന തലം നമ്മുടെ മനസ്സിലേക്ക് വരും. അതിലാണ് നമ്മൾ പ്രിൻസിപ്പലിനെ പ്ലേസ് ചെയ്തിട്ട് പ്രിൻസിപ്പൽ എന്ന പദം കൊണ്ട് എന്തെല്ലാം അധികാരങ്ങൾ അതിന്റെ പരിധിയിൽ വിടുന്നു, ആ ആള് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈൽ എന്ന ബാഹ്യാർത്ഥ സൂചകത്തിലാണ് വരുന്നത്. നമ്മൾ ദൈക്ഷണിക വ്യാകരണം അർത്ഥത്തെ പഠിക്കുന്നത്. ഇതെല്ലാം ഈ എല്ലാ സിദ്ധാന്തങ്ങളും മനുഷ്യന്റെ മസ്തിഷ്ക പ്രവർത്തനങ്ങളാണ് ഭാഷയ്ക്ക് ആധാരം, വ്യാകരണത്തിന് ആധാരം, അർത്ഥഗ്രഹണത്തിന് ആധാരം എന്ന് പറയുന്ന വ്യത്യസ്ത സിദ്ധാന്തങ്ങളാണ്. വ്യത്യസ്ത രീതികളിൽ അവ അർത്ഥത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് ജ്ഞാനാർത്ഥ വിചാരം അഥവാ ഫ്രെയിം സെമാൻറ്റിക്സ് ആണ്. ഫ്രെയിം സെമാൻറ്റിക്സ് നമ്മുടെ ചാൾസ് ജെ ഫിൽമോർ, ചിത്രത്തിൽ കാണുന്ന ആളാണ് ചാൾസ് ജെ ഫിൽമോർ എന്ന ദൈക്ഷണിക ഭാഷാശാസ്ത്രജ്ഞൻ. അദ്ദേഹം 1982 ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലിംഗ്വിസ്റ്റിക് സൊസൈറ്റി ഓഫ് കൊറിയയുടെ ലിംഗ്വിസ്റ്റിക്സ് ഇൻ ദ മോർണിംഗ് കാം എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ അത് കാണാം. 1981 നടന്ന സീക്കോൾ എന്നുള്ള ഒരു കോൺഫറൻസിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അതിലാണ് ഈ ഫ്രെയിം സെമാൻറ്റിക്സ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തിയറി, എങ്ങനെയാണ് അർത്ഥ പഠനത്തിന്
ഫ്രെയിം എന്ന് പറയുന്ന ഒരു ആശയത്തെ അദ്ദേഹം അർത്ഥപഠനത്തിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഈ ലേഖനം വരുന്നത്. അപ്പോൾ ഫിൽമോർ എന്നുള്ള ആള് സൈദ്ധാന്തികൻ. കഴിഞ്ഞ ദിവസം ലെക്കോഫിനെ പരിചയപ്പെട്ടതുപോലെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെടുന്ന ആളാണ് ചാൾസ് ജെ ഫിൽമോർ. നേരത്തെ ഇരട്ടൈക്കിളറി എന്നുള്ള പദം പറഞ്ഞതുപോലെ തന്നെ ഫിൽമോർ എന്നുള്ള പദം നമുക്ക് പിന്നെ പെട്ടെന്ന് ഓർത്തിരിക്കുക അല്ലെ. ഫിൽമോർ 2 പദമായിട്ട് നമുക്ക് പിരിച്ചിട്ട് കൂടുതൽ നിറയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്ക്, കുറച്ചുകൂടെ നിറയ്ക്കുക എന്നൊക്കെ അർത്ഥത്തിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ PSCക്കൊക്കെ പഠിക്കാൻ നേരം നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് പരിചയമുള്ള ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങളെ പഠിക്കുന്ന രീതി, അങ്ങനെയാണ് ചില ലേണിംഗ് ടെക്നിക്സ് ഒക്കെ അവിടെ പറഞ്ഞു തരും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ശരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ ഒരു ടെക്നിക്കായിട്ട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആർജിക്കുന്നത് ഇത്തരത്തിൽ പലതരത്തിൽ ബന്ധപ്പെടുത്തിയും നമ്മുടെ മുന്നറിവുകളുമായിട്ട്, നമ്മുടെ പൂർവ്വധാരണകളുമായിട്ട് തട്ടിച്ചു നോക്കിയും ഒരു അറിവിന്റെ കൂട്ടമായിട്ടും വർഗീകരിച്ചും ഒക്കെയാണ്. അപ്പം ഫിൽമോർ എന്നുള്ള പേരൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചാൾസ് ജെ ഫിൽമോർ അവതരിപ്പിച്ചിട്ടുള്ള സിദ്ധാന്തമാണ് ഫ്രെയിം സെമാന്റിക്സ്. ഇതിന്റെ സാമാന്യ തത്വങ്ങൾ ഈ കാണുന്ന 4 എണ്ണമാണ് എന്ന് ഡോക്ടർ PM ഗിരീഷ് ഇതിനെ വിവർത്തനം ചെയ്ത അതേ സെന്റൻസുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഭാഷകരിൽ നിന്ന് സ്വതന്ത്രമായി അർത്ഥത്തിന് നിലനിൽക്കാനാവില്ല. ബുദ്ധിയിലെ അർത്ഥത്തെ പ്രവർത്തിപ്പിക്കുക മാത്രമാണ് ഭാഷാരൂപം ചെയ്യുന്നത്. ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ നിന്നും വൈയക്തിക അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന മാനസിക വർഗങ്ങളുടെ പ്രതിഫലനമാണ് ആർത്ഥിക ഘടന. അർത്ഥനിർണയത്തിൽ പദക്രമബോധം പ്രധാനമാണ് എന്നൊക്കെയാണ് ഈ ഫ്രെയിം സെമാന്റിക്സിന്റെ സാമാന്യ തത്വങ്ങൾ. അപ്പോൾ ഇതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഭാഷകരാണ് അർത്ഥത്തെ നിർണയിക്കുന്നത്. ഓരോ ഭാഷകരുമാണ് അർത്ഥത്തെ നിർണയിക്കുന്നത്. ഒരു ഭാഷകൻ ഒരു പദം കേൾക്കുമ്പോൾ അയാളുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കിയ അർത്ഥമല്ല മറ്റൊരാൾ മനസ്സിലാക്കുക. വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ സജീവമായിട്ടുള്ള നമ്മുടെ എല്ലാത്തരം വ്യവഹാരങ്ങളിലും നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒന്നാണ് മാനസയെ വെടിവെച്ച് കൊന്ന ആ ഒരു സംഭവം അല്ലെ. ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്നത് ഇതായിരുന്നു, അല്ലെങ്കിൽ ഇതായിരുന്നു. അത് ശരി തെറ്റ് അങ്ങനെയുള്ള ഒരു വിലയിരുത്തലല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് വളരെ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് സ്റ്റോക്കിംഗ് എന്നുള്ളതിനെയും പ്രണയം എന്നുള്ളതിനെയും വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം പ്രണയം ആവിഷ്കരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം, കലിപ്പന്റെ കാന്താരി പോലെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ ഇടയിൽ വളരെ പോപ്പുലറാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പദം പോപ്പുലറാണ് അല്ലെ. അതാണ് പ്രണയം എന്നുള്ള ഒരു സങ്കല്പം നമുക്കിടയിൽ, നമ്മുടെ സമൂഹത്തിൽ കുറെ ആഴത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താ ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളെ കുറിച്ച് പ്രണയം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള 40 പേർക്കും 40 ഐഡിയ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതില് ചില സാമ്യങ്ങൾ ഉണ്ടാവും. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് പറയാൻ വിധത്തിൽ ഉള്ള ഒരു ഐഡിയ ഉണ്ടാവും, ഒരു ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ പ്രണയം എന്നൊരു കൺസെപ്റ്റ് തന്നെ എടുക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്ന ഒരു സാമൂഹിക അംഗീകാരമുള്ള ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം 2 വ്യക്തികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്തയിൽ. എന്നാൽ നമ്മൾ അതിനെ ആശയതലത്തിൽ അബ്സ്ട്രാക്ട് ലെവലിൽ പറയാറുണ്ട്. എനിക്ക് ഈ ലോകത്തോട് തന്നെ പ്രണയമാണ്, എൻ്റെ പ്രണയം സിനിമയോടാണ്, എൻ്റെ പ്രണയം വായനയോടാണ്, എൻ്റെ പ്രണയം എൻ്റെ തൊഴിലിനോടാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു ഓപ്പോസിറ്റ് ഒന്നുണ്ടാവണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വളരെ നമ്മുടെ ഒരു സാമാന്യ അറിവിലുണ്ട്. അപ്പോൾ ഒരു വ്യക്തി മാത്രം ഇൻവോൾവ് ആകുന്ന ഒരു പ്രക്രിയയിൽ അതിന്റെ ഓപ്പോസിറ്റ് ഒന്നുണ്ടാവണം. ആ ഒന്ന് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ മറ്റൊരു എന്തൊരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു സങ്കല്പം പോലും ആകാം എന്ന് വരെ നമുക്കറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലെവലിൽ നമ്മുടെ അറിവ് എന്ന് പറയുന്നത്, ഈ വ്യക്തികൾ കഴിഞ്ഞൊരു കാലം വരെയും നമ്മുടെ ഒരു സാമൂഹിക ബോധത്തിലുള്ള അറിവ് പ്രണയത്തിൽ ഉണ്ടാകുന്നത് വ്യത്യസ്ത ലിംഗവിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം, ലോകത്ത് ഇതല്ലാതെ ധാരാളം പ്രണയങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. വ്യത്യസ്ത ലിംഗവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല, ഒരേ ലിംഗവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും
ഒക്കെയും പ്രണയിക്കാം. ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം തീവ്ര പ്രണയത്തിലായി, രണ്ടുപേർക്ക് മാത്രമല്ല, മിനിമം രണ്ടുപേരെന്ന് മാത്രം നമ്മൾ അതിനെ പരിഷ്കരിക്കാനൊക്കെ നമുക്ക് അടുത്ത കാലങ്ങളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിൽ വോക്കായിട്ടുള്ള ആളുകൾക്കാണ് കഴിഞ്ഞിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും വാർത്തകളൊക്കെ വരുന്നത്. ഇതിലെ പല പിന്നെ പ്രണയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സദാചാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ ഈ സ്റ്റോക്കിംഗ് എന്നുള്ളത് നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുബോധവും ഒക്കെ പ്രണയമായിട്ടാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള, അവരുടെ പ്രൈവറ്റ് സ്വകാര്യ ഇടത്തേക്കുള്ള കടന്നുകയറ്റമാണ്. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഒരിക്കലും നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത് പ്രണയമാണെന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നു. ആ പയ്യന് പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള തോന്നലാണ് അവനെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് തുടങ്ങിയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ അതിന് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പ്രണയത്തെ സംബന്ധിച്ച്, പ്രണയം എന്ന് പറഞ്ഞാൽ ചിലർക്ക് കീഴടക്കലാണ്, ചിലർക്ക് സംരക്ഷണം കൊടുക്കലാണ്, ചിലർക്ക് ഒരു വ്യക്തിയെ അയാൾ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കലാണ്. ഇങ്ങനെ പലതരത്തിൽ പ്രണയ സങ്കല്പങ്ങളുണ്ട്, ഓരോരുത്തർക്കും അപ്പൊ ഓരോരുത്തരുടെയും ജ്ഞാന മാതൃകകളാണ് ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ നിരീക്ഷിച്ച് എൻ്റെ അനുഭവങ്ങളിലൂടെ എൻ്റെ ഇതുവരെയുള്ള ലോകവുമായിട്ടുള്ള പരിചയത്തിൽ നിന്ന് ഞാൻ ആർജിച്ചു വെച്ചിട്ടുള്ള എൻ്റെ അറിവുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയമെന്ന ജ്ഞാനമാതൃക. എൻ്റെ പ്രണയമെന്ന ജ്ഞാനമാതൃക അതായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും ജ്ഞാനമാതൃക. അതുകൊണ്ടാണ് നമുക്ക് പല വ്യക്തികൾക്കും പരസ്പരം ചേരാൻ കഴിയുന്നത്. ഇല്ല, നമ്മൾ പറയും നമ്മുടെ ഒരു വേവ് ലെങ്ത് അല്ല എന്ന് പറയും. കാരണം നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലല്ല ആള് ചിന്തിക്കുന്നത്. ഓരോന്നിനെ കുറിച്ചും എനിക്കുള്ള കാഴ്ചപ്പാടല്ല മറ്റേ ആൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യർക്ക് പരസ്പരം, എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. നമ്മുടെ എല്ലാം ജ്ഞാന മാതൃകകൾ വ്യത്യസ്തം ആയതുകൊണ്ടാണ്. നമ്മൾ എങ്ങനെ ലോകത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ അറിവിന്റെ അത് പരിമിതിയാകാം, നമ്മുടെ അറിവിന്റെ ഒരു ഒരു വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ നമുക്ക് ലോകത്തെ പരിചയപ്പെടാൻ, ശരീരം കൊണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞത് കൊണ്ടാവാം നമുക്ക് അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാന മാതൃകകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ് ജ്ഞാന മാതൃക എന്നുള്ളത് പറയുന്നതിന് മുൻപ് ഈ ചിത്രം വീണ്ടും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ഈ ക്ലാസ്സിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് എന്നെ നിരാശയാക്കരുത്. നിങ്ങൾ ഒരു 2 പേരെങ്കിലും കുറഞ്ഞത്, നേരത്തെ ഒരു 4 പേര് റെസ്പോണ്ട് ചെയ്തു. അപ്പോ ഈ 4 പേരെയും എനിക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് അവരുടെ ജ്ഞാനമാതൃകയിൽ ഞാനുണ്ട്, ഞാൻ എത്തരത്തിലുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ. അപ്പൊ ഇന്ദുചൂടൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരുണ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അരുണയാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത് കൊണ്ട് അരുണയ്ക്ക് പറയാമോ? അരുണയെയും എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഇന്ദുചൂടനെ പക്ഷെ എനിക്ക് പരിചയമില്ല. ഇന്ദുചൂടന്റെ ജ്ഞാനമാതൃകയിൽ ഒരു പക്ഷേ ഈ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കാം, ഈ പോസ്റ്ററിലൊക്കെ ആയിരിക്കാം ഞാനെന്ന ജ്ഞാനമാതൃക ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ദുചൂടനെ എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളവരെങ്ങനെ, നിങ്ങളുടെയൊക്കെ ജ്ഞാനമാതൃകയിൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അരുണ എന്ന് പറയോ, ഈ ചിത്രം കണ്ടിട്ട് അരുണയ്ക്ക് എന്താണ് മനസ്സിലാവുന്നത്? മൈക്ക് ഓണാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചാറ്റിൽ വിടാം കേട്ടോ. ജുബിഷയ്ക്ക് പോളോ മിഠായി എന്നാണ് അത് കണ്ടിട്ട് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു ആശയം. അപ്പൊ ഇന്ദുചൂടൻ പറഞ്ഞോളൂ. അരുണ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇന്ദുചൂടൻ പറഞ്ഞോളൂ. ആൻസ് അണ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇന്ദുചൂടന് പറയാമോ? പോയോ? ഓക്കെ, 3 ഉത്തരം കിട്ടിയിട്ടുണ്ട്. സുസ്മിത കൈ ഉയർത്തിയിട്ടുണ്ട്. സുസ്മിത പറയുന്നു ഓട്ടക്കാലണ. ഓട്ടക്കാലണ എന്ന് സുസ്മിതയ്ക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഓട്ട നാണയം എന്ന് അബ്ദുൽ സലാം പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു നാണയമാണ് എന്നുള്ളത് നമുക്ക്, അത് നാണയത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതൊരു നാണയമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് നാണയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കറൻസി എന്ന് പറഞ്ഞാൽ അതില് ഒരു എന്തുണ്ടാവും, അതിന്റെ മൂല്യം ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഏത് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് മിനിമം ഉണ്ടാകും. അപ്പം നോക്കുമ്പോൾ നമുക്ക് 1 പൈസ എന്നുള്ളത്, ഇപ്പോഴത്തെ പൈസയുടെ സ്പെല്ലിംഗ് അല്ല, ഇന്ത്യ എന്ന് കാണുന്നുണ്ട്, 1944 എന്നൊരു വർഷം കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു നാണയമാണ്. ഓട്ടക്കാലണ എന്ന പേര് സ്ഫടികം സിനിമ, അങ്ങനെ വിൻഡോ പറയുന്നുണ്ട്. വിൻഡോയ്ക്ക് അതൊരു കുറച്ചുകൂടെ വലിയ ജ്ഞാനമാതൃകയിലേക്കൊക്കെ ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് ഓട്ടക്കാലണയാണ്. എന്തുകൊണ്ട് നമ്മൾ അതിനെ ഓട്ടക്കാലണ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിലൊരു ഓട്ടയുണ്ട്, അതിനൊരു ഹോളുണ്ട്. അതുകൊണ്ടാണ് ജുബിഷയ്ക്ക് അതിനെ പോളോ ആയിട്ട് തോന്നിയത്. കാരണം ജുബിഷയുടെ അനുഭവ തലത്തിൽ, ജുബിഷ ഒറ്റ മാത്രയിൽ, അരുണ പഴയ നാണയം ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജുബിഷയുടെ അനുഭവ തലത്തിൽ ഈ
ഈ ഓട്ടക്കാലണയിൽ നമുക്ക് അതിൻ്റെ ആലേഖനം ചെയ്തിട്ടുള്ള വർഷം 1944 തീർച്ചയായിട്ടും നമുക്ക് ആർക്കും ഈ ഗ്രൂപ്പിലുള്ള ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒന്നും, അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഒരു പക്ഷേ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ഒരു നാണയമാണ് എന്നുള്ള അറിവിൽ നിന്ന് പെട്ടെന്ന് ജുബിഷയുടെ അനുഭവ തലത്തിൽ ഏറ്റവും പരിചിതമായിട്ടുള്ള പോളോ മിഠായി എന്നുള്ള ഇതിലേക്കാണ് ആ ഒരു അതിന്റെ ഷേപ്പ് വെച്ചിട്ട് ജുബിഷയ്ക്ക് പോകാൻ കഴിയുന്നത്. പിന്നീട് ഒരു പക്ഷെ ജുബിഷ കോയിൻ എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. എന്നാൽ ബാക്കിയുള്ള ആളുകളൊക്കെ അത് ആൻസർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടെ പരിഷ്കരിച്ചിട്ട് ഓട്ട നാണയം, ഓട്ടക്കാലണ എന്നെല്ലാം ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അതിനെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവ തലത്തിൽ ഉള്ളതിനെ കുറിച്ച്. അനുഭവ തലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് കേട്ട് കഴിവുണ്ടാവാം അല്ലെ. ബിൻഡോയ്ക്ക് കുറച്ചുകൂടെ വേറൊരു ഫ്രെയിമിലേക്ക് ഈ അറിവിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതാണ് എൻ്റെ അടുത്ത ചിത്രം. ഞാൻ അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രവും അതാണ്. ഇത് കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓട്ടക്കാലണ എന്നുള്ള ആ പദത്തിന്റെ അല്ലെങ്കിൽ ആ ആശയത്തിന്റെ അർത്ഥം കുറെ കൂടെ വലിയതാകുന്നു, വലിയൊരു മാതൃകയിലേക്ക്, ജ്ഞാന മാതൃകയായിട്ട് മാറുന്നു. അതിന്റെ ഡൊമെയിൻ മാറുന്നു. അത് മറ്റൊരു തലത്തിലേക്ക്. ഓട്ടക്കാലണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വിനിമയം ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് എങ്ങനെയാണ് കൂടുതൽ പരിചയം, അത് വിൻഡോ ചിന്തിച്ച വഴിയിലാണ് നമുക്ക് കൂടുതൽ. ചിലപ്പോൾ സ്ഫടികം സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു അർത്ഥമേ കിട്ടുന്നുണ്ടാവില്ല. അത് വിൻഡോയുടെ അറിവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിൻഡോയുടെ ജ്ഞാന മാതൃകയിൽ അത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ വിൻഡോയുടെ മസ്തിഷ്കത്തിൽ ഇത് ഇത്തരം ഒരു ജ്ഞാന മാതൃകയായിട്ടാണ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് ഉള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ അർത്ഥം, ഓട്ടക്കാലണ എന്ന് പറയുന്നത് ഈ സിനിമയുടെ സന്ദർഭവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് മൂല്യമില്ലാത്ത ഒന്നാണ്, വില കുറഞ്ഞ ഒന്നാണ്, ഉപേക്ഷിക്കപ്പെട്ട ഒന്നാണെന്നൊക്കെയുള്ള അർത്ഥത്തിലേക്ക് ആ പദത്തിന് നമുക്ക് പുതിയൊരു ജ്ഞാന മാതൃകയായിട്ട് ആ പദം മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ പരിചയത്തിലുള്ളത്, നമ്മുടെ അനുഭവത്തിലുള്ളത്, നമ്മുടെ അറിവിലുള്ള ഇത്തരം അറിവുകൾ ഒരു പദവുമായിട്ട് അല്ലെങ്കിൽ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ അറിവുകളുടെയും സഞ്ചയത്തെയാണ് നമ്മൾ ജ്ഞാന മാതൃക അഥവാ ഫ്രെയിം എന്ന് പറയുന്നത്. ജ്ഞാന മാതൃക ാണ് ഫ്രെയിം. ജ്ഞാനാർത്ഥ ഘടന എന്നാണ് ആദ്യം ഡോക്ടർ PM ഗിരീഷ് ഇതിന് വിവർത്തനം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജ്ഞാന മാതൃക, കാരണം അറിവും ഭാഷയും എന്നുള്ള പുസ്തകത്തിൽ ജ്ഞാനാർത്ഥ വിചാരം, ജ്ഞാനാർത്ഥ ഘടന എന്ന പദമാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നീട് അദ്ദേഹം അത് ജ്ഞാന മാതൃക എന്നേക്ക് മാറ്റി ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിപ്പോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ടൈറ്റിൽ, എൻ്റെ ക്ലാസിന്റെ ടൈറ്റിൽ. എന്താണ് ടൈറ്റിലിന്റെ രണ്ടാം ഭാഗം? തലച്ചോറിലെ ഇമ്മിണി വലിയ ഒന്നുകൾ. അത് തന്നെ ഒരു ഫ്രെയിമാണ്. തലച്ചോറിലെ ഇമ്മിണി വലിയ ഒന്നുകൾ എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവർക്കും ഫ്രെയിമാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് പറയാൻ കഴിയും. അത് ബഷീർ എന്ന ഫ്രെയിമാണ്. ബാല്യകാല സഖി മജീദ് എന്നുള്ള ഫ്രെയിമാണ് അല്ലെ. ആ ഫ്രെയിമാണ് ഉണരുന്നത്. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലെ. അത് തീർച്ചയായിട്ടും ബാല്യകാല സഖി അറിയാത്ത അല്ലെങ്കിൽ വായിച്ചിട്ടില്ലാത്ത ആളുകൾ ചുരുക്കമാണെന്ന് ചിലപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, പുതിയൊരു തലമുറയും കൂടെയൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ. പക്ഷെ ഈ ഒരു കണക്കിൻ ഇത് പല ഇടങ്ങളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒന്നും രണ്ടാണ് എന്നുള്ള സാമാന്യ അറിവിൽ നിന്ന് ഒന്നും ഇമ്മിണി വലിയ ഒന്നാണ്, രണ്ട് ചെറിയ പുഴകൾ ചേർന്ന് ഒരു വലിയ പുഴയായിട്ട് മാറുന്നത് പോലെ ഒന്നും ചേർന്നാൽ ഒരു വലിയ ഒന്നായിട്ട് മാറുന്നു എന്നുള്ള ബഷീറിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഇതിന്റെ ജ്ഞാന മാതൃക. നമ്മുടെ ക്ലാസിന്റെ ജ്ഞാന മാതൃകയെ കുറിച്ച് പറയുവാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ജ്ഞാന മാതൃക ബഷീറിന്റെ ബാല്യകാല സഖി എന്ന ജ്ഞാന മാതൃകയാണ്. ഇനി നോക്കൂ, ഒന്നും ചേർന്ന് വലിയ ഒന്നുകളാകുന്ന ഒരു അത് തന്നെയാണ് ജ്ഞാന മാതൃകയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നിനെ സംബന്ധിക്കുന്ന നമ്മൾ ആർജിച്ചിട്ടുള്ള എല്ലാ അറിവുകളും ചേരുന്നതാണ് ജ്ഞാന മാതൃക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കല്യാണം എന്നൊരു വാക്ക്, ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഇത്തരം ഉദാഹരണങ്ങൾ എടുക്കുന്നത്. കല്യാണം എന്നുള്ള പദത്തെ സംബന്ധിച്ച് അതിനെ കുറിച്ച് ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണരുണ്ടാകുന്ന എല്ലാ അറിവുകളും, കല്യാണത്തെ സംബന്ധിക്കുന്ന സർവ്വ അറിവുകളും ആണ് കല്യാണം എന്ന ജ്ഞാന മാതൃക. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലുള്ള കല്യാണം എന്നുള്ള അറിവല്ല, നിങ്ങളുടെ മനസ്സിലുള്ള കല്യാണം എന്നുള്ള അറിവ്. ചില ആളുകളെ സംബന്ധിച്ച് അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കല്യാണ വീട്ടിലെ ബഹളം, തിരക്ക്, ഉത്സവ അന്തരീക്ഷ പ്രതീതി തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ജ്ഞാനാംശം അഥവാ സ്ക്രിപ്റ്റ്. ഇതിനകത്ത് ഓരോ അറിവിനെയും നമ്മൾ ജ്ഞാനാംശം അഥവാ സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. സ്ക്രിപ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് അല്ലെങ്കിൽ
അതിന് ഉപയോഗിക്കുന്ന പദം മലയാളത്തിൽ അതിനെ ജ്ഞാനാംശം, കൂടുതൽ അതിനെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ജ്ഞാനാംശം എന്നുള്ള പദമാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ കല്യാണത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളില്ലേ. കല്യാണം എന്ന് പറയുന്ന, വിവാഹം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് 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 കാര്യങ്ങൾ, പല അതിനകത്ത് ദേശഭേദം, അതിനകത്ത് ഇടപെടുന്ന ആളുകൾ, രണ്ടുപേര് തമ്മിലുള്ള സോഷ്യൽ കോൺട്രാക്ട്, അങ്ങനെയൊക്കെയുള്ള അറിവ് നമുക്ക് ഒരു തരത്തിൽ പോകും. ചിലരെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ്, അത് ആഘോഷമാണ്, അത് ആഹ്ലാദമാണ്, അത്തരത്തിലുള്ള അതിന്റെ ഒരു പിന്നെന്താ ഒരു വർണ്ണ ശബളമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഒക്കെ ആയിരിക്കും മനസ്സിൽ വരിക. ചിലരെ സംബന്ധിച്ചും കല്യാണം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക ഭക്ഷണമാണ്, പന്തിയാണ് ഓർമ്മ വരിക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ ചേരുന്നതാണ് ജ്ഞാന മാതൃക എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്റെ ജ്ഞാന മാതൃകയിൽ ഇല്ലാത്ത പലതും നിങ്ങളിൽ പലരുടെയും കല്യാണം എന്ന ജ്ഞാന മാതൃകയിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ കുറിച്ചുള്ള അറിവ് രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ദൈഷ്ണിക വൃത്തികളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവിന്റെ സഞ്ചയമായിട്ടാണ്. ആ സഞ്ചയത്തെ അതിൽ നമ്മൾ ഒന്നിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തെങ്കിൽ നമ്മൾക്ക് ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ജ്ഞാനാംശമായിരിക്കും നമ്മുടെ ജ്ഞാന മാതൃകയുടെ അടിസ്ഥാനമായിട്ട് വരിക. അപ്പൊ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒന്നിനെ സംബന്ധിക്കുന്ന സാധ്യമായ എല്ലാ അറിവുകളും ചേരുന്നതാണ് ജ്ഞാന മാതൃക. അപ്പോൾ വ്യക്തികളുടെ ജ്ഞാന മാതൃകകൾ മാറി മാറി മാറിയിരിക്കും എന്നുള്ളത്. അപ്പോൾ അമ്മ എന്നൊരു ജ്ഞാന മാതൃക അല്ലെ, സ്ത്രീ എന്നൊരു ജ്ഞാന മാതൃക ഒക്കെ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ത്രീ എന്നുള്ള സമൂഹത്തിന്റെ ജ്ഞാന മാതൃക, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇന്ന ഗുണങ്ങളുള്ളതായിരിക്കും. നമ്മൾ ഫെമിനിസത്തെയൊക്കെ സാധാരണ പറയും, പല ട്രോളുകളിലും കാണാറില്ലേ, ഇതൊന്നുമല്ല ഫെമിനിസം, പകരം ഇതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ജ്ഞാന മാതൃക ഇത് സൃഷ്ടിക്കുന്ന ആളുകളുടെ, ഇത് കണ്ണ് ചെയ്യപ്പെടുന്ന ആളുകളുടെ ജ്ഞാന മാതൃക ആയിരിക്കില്ല. ഇതല്ല ഫെമിനിസം എന്ന് മനസ്സിലാക്കുന്ന ആളുകളുടെ ജ്ഞാന മാതൃക, വോക്കായിട്ടുള്ള ആളുകളുടെ ജ്ഞാന മാതൃക. ഇതിപ്പോ ഓരോ വ്യക്തിയുടെ ജ്ഞാന മാതൃക വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അർത്ഥം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത്. വ്യക്തി തൻ്റെ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ അനുഭവത്തിന്റെ തലത്തിൽ തൻ്റെ ശരീരം കൊണ്ട് ആർജിച്ചിട്ടുള്ള അറിവുകളാണ് വ്യക്തിയുടെ അർത്ഥം എന്ന് പറയുന്നത്. വ്യക്തി ഓരോന്നിനെയും അയാളുടെ ആ വ്യക്തിയുടെ ജ്ഞാന മാതൃക എന്ന് പറയുന്നത്. ആ ജ്ഞാന മാതൃകയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത്, അർത്ഥത്തെ മനസ്സിലാക്കുന്നത്. ഓരോന്ന് പറയുമ്പോഴും എന്താണ് അർത്ഥം? വീട് എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു അനുഭവമാണ്. അവരുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വീട് എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിന്റെ ഇടമാണ്. അങ്ങനെയാണ് ചിലരൊക്കെ, പ്രത്യേകിച്ച് മതപ്രഭാഷകര്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെയുള്ള നിർവചനമൊക്കെ വീടിന്, വ്യാഖ്യാനമൊക്കെ വീടിന് കൊടുക്കുന്നു. പക്ഷെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. കാരണം എന്താ? വീട് എല്ലാവർക്കും ഒരേപോലെ ഒരേ തരത്തിലുള്ള അനുഭവം പകരുന്ന ഒന്നല്ലാത്തതിന്റെ കാരണം അവരുടെ അനുഭവം വ്യത്യാസമാണ്. അവർക്ക് വീടിനെ കുറിച്ചുള്ള അവരുടെ വീട് അനുഭവം എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ്. ഓരോരുത്തരെ ചിലർ പറയില്ലേ, ജാതിയൊന്നും ഇല്ല നമ്മുടെ സമൂഹത്തിൽ, ജാതിയേ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവത്തിലില്ല, അല്ലെങ്കിൽ അവരതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്തരം ഒരു ബോധ്യത്തിലേക്ക് അവർ വളർന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ തീർത്ത് പറയുന്നു ജാതിയില്ല, ഇവിടെ വിവേചനമില്ല, സ്ത്രീകൾക്ക് വിവേചനമൊന്നും അനുഭവിക്കേണ്ടതായിട്ടില്ല. കാരണം അവരുടെ അനുഭവ തലത്തിൽ അതില്ല എന്നതുകൊണ്ട്. മനുഷ്യൻ അങ്ങനെയാണല്ലേ, എന്റെ അനുഭവത്തിലുള്ളതിനെ മാത്രമേ ഞാൻ സത്യമായിട്ട് പരിഗണിക്കുകയുള്ളൂ, എനിക്ക് അനുഭവം ഇല്ല, അതുകൊണ്ട് അതില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റിലേക്കൊക്കെ മനുഷ്യൻ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് ഒരാളുടെ ചിന്തകൾ, അയാളുടെ അനുഭവം, അയാൾ അതുവരെ ആർജിച്ചിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്നതാണ് ആ വ്യക്തിയെ നിർമ്മിക്കുന്നത്. വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ആകത്തുകയാണ് അല്ലെ. നമ്മൾ ശരീരവും മനസ്സും എന്നൊക്കെ വേറെ പറയാറുണ്ട് സാധാരണ. പക്ഷെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് തന്നെയാണ്. ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് നമ്മുടെ തലച്ചോറ് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സും ന്യൂറോ ലിംഗ്വിസ്റ്റിക്സും ഒക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരം, മനസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് രണ്ടല്ല, ഒറ്റ കൽപ്പനയാണ് എന്നുള്ള. അപ്പൊ ശരീരം കൊണ്ട് നമ്മൾ എല്ലാറ്റിനെയും മനസ്സിലാക്കുന്നത്, ശരീരവും ബുദ്ധിയും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള കൺസെപ്റ്റിൽ. അതാണ് നമ്മളിങ്ങനെ ആർജിച്ചിട്ടുള്ള അറിവാണ് ഓരോ വ്യക്തിയെയും വ്യത്യസ്തരാക്കുന്നത്. അവരുടെ അറിവ് എന്ന് പറയുന്നത് വ്യത്യസ്തമാകുന്നത് അവർക്ക് വ്യത്യസ്ത ജ്ഞാന മാതൃക ഉള്ളത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒരാശയം മനസ്സിലാക്കുന്നതിൽ അതുമായി ബന്ധമുള്ള ഭാഷകർ ആർജിച്ചിട്ടുള്ള എല്ലാ അറിവും പ്രധാനമാണ്. ആ അറിവുകളുടെ സഞ്ചയത്തെയാണ് ജ്ഞാനമാതൃക എന്ന് വിളിക്കാൻ കഴിയുന്നത്. അപ്പോൾ ലെക്കോഫിനെ പോലെയുള്ള കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റുകൾ ഇത് രാഷ്ട്രീയ ടൂളായിട്ട്, ഉപകരണമായിട്ടാണ് ഈ ഒരു സിദ്ധാന്തത്തെ, ഈ കോഗ്നിറ്റീവ് സെമാന്റിക്സിനെ ഉപയോഗിക്കുന്നത്. എങ്ങനെ
രാഷ്ട്രത്തെ അല്ലെങ്കിൽ വ്യക്തികളുടെ രാഷ്ട്രീയത്തെ ഒക്കെ പഠിക്കാൻ, സമൂഹത്തെ എങ്ങനെ പഠിക്കാൻ കഴിയും എന്നൊക്കെയാണ് അവർ ലക്കോഫിനെ പോലെയുള്ള ചിന്തകരൊക്കെ ജ്ഞാനമാതൃകാ സിദ്ധാന്തത്തെ ഉപയോഗിക്കുന്നത് അത്തരം അനാലിസിസുകൾക്കാണ്. എന്നാൽ നമ്മുടെ ചാൾസ് ജെ ഫിൽമോർ പൂർണ്ണമായിട്ടും അത് അദ്ദേഹം കേസ് ഗ്രാമറാണ് പ്രധാനമായിട്ടും പഠിച്ചിരുന്നത്. അപ്പോൾ വ്യാകരണത്തെ പഠിക്കാൻ, ഭാഷയെ പഠിക്കാനാണ് അദ്ദേഹം ഈ ജ്ഞാനമാതൃകാ സിദ്ധാന്തത്തെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഷയിൽ നിന്നുള്ള ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. അവൻ തേച്ചതാണ് എന്ന് കേൾക്കുമ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അവൻ തേച്ചതാണെന്ന് പറയുമ്പോൾ എന്ത് അർത്ഥമാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലെ? അവൻ തേച്ചതാണ് എന്ന വാചകം കേൾക്കുമ്പോൾ എന്ത് അർത്ഥമാണ് കിട്ടുക? ആർക്കെങ്കിലും പെട്ടെന്നൊന്ന് പറയാവോ? ഒരുപാട് സമയം നമുക്ക് അതിനെ കളയാനില്ല. പ്രണയമാണോ? തേക്കുക എന്ന് പറഞ്ഞാൽ പ്രണയമായിട്ടാണോ അരുണ മനസ്സിലാക്കിയത്? പ്രണയത്തിൽ ചതിക്കുക എന്നുള്ള അർത്ഥത്തിലാണോ? പ്രണയവഞ്ചന എന്നുള്ള ഒരു കാര്യത്തെ ഉദ്ദേശിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആദ്യം പോകുന്ന അറിവ് അവൻ തേച്ചതാണ്, അവൻ പ്രണയത്തിൽ വഞ്ചന കാണിച്ചതാണ്, പ്രണയിച്ച് പറ്റിക്കുക, അത് തന്നെയാണ് അരുണ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഒന്നുകൂടെ വ്യക്തം, വഞ്ചിക്കുക, ഇസ്തിരി ഇടുക എന്നാണ് മിനി എബ്രഹാമിനെ എനിക്കറിയാം എന്നതുകൊണ്ട് ഇവർക്കൊക്കെ പറയാനുള്ള അത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന കാര്യത്തിൽ. എല്ലാവരും ഇതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ പരിചയമുള്ള ആളുകളും കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് പരിചയമുള്ള ആളുകൾ മാത്രമല്ല, അങ്ങനെ അല്ലാത്തവരെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും മറുപടി പറയുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. നേരത്തെ ഇന്ദുചൂടൻ മൈക്ക് ആക്കിയിരുന്നു, അത് വളരെ സന്തോഷം നൽകിയ കാര്യവുമാണ്. അപ്പൊ അവൻ തേച്ചതാണെന്ന് പറയുമ്പോൾ ഇസ്തിരി ഇടുക എന്നൊരു അർത്ഥമുണ്ട്. അത് ഇപ്പോൾ സെക്കൻഡറി അർത്ഥമായിട്ട് മാറുന്നതാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ നോക്കിയിട്ട്. കാരണം ഇതിൽ കൂടുതൽ പേരും പറഞ്ഞത് പ്രണയവഞ്ചന എന്നുള്ളതാണ്. പുതിയ അർത്ഥം അങ്ങനെയാണ്. അവൻ തേച്ചതാണ് എന്ന സെന്റൻസിൽ നമുക്ക് പ്രണയവഞ്ചന എന്നൊരു അർത്ഥത്തിലേക്കാണ് പോകാൻ കഴിയുക. രണ്ടാമത് അവൻ അവളെ തേച്ചതാണെന്ന് പറയുമ്പോൾ ആ അർത്ഥമാണ്, ഈ ആദ്യം പറഞ്ഞ പ്രണയവഞ്ചന എന്ന അർത്ഥമാണ് കൂടുതൽ അവിടെ പ്രകാശിതമാകുന്നത്. മൂന്നാമത്തെ ഒരു സെന്റൻസ് അവൻ വസ്ത്രങ്ങൾ തേച്ചതാണ് എന്ന് പറയുമ്പോൾ ഇസ്തിരി ഇടുക എന്ന അർത്ഥം, മിനി എബ്രഹാം പറഞ്ഞ ഇസ്തിരി ഇടുക എന്ന അർത്ഥം അവിടെ നമുക്ക് കാണാൻ കഴിയും വളരെ ക്ലിയർ ആയിട്ട്. അവൻ തേക്കുക എന്നുള്ള ക്രിയാരൂപത്തിന് ഇസ്തിരി ഇടുക എന്ന അർത്ഥമാണ് ഈ മൂന്നാമത്തെ ഉദാഹരണത്തിൽ കാണാൻ കഴിയുന്നത്. ഈ നാലാമതൊരു സാഹചര്യം അവൻ വീട് ചായം തേച്ചതാണ് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ജ്ഞാനമാതൃകയെ അവതരിപ്പിക്കുന്നു. അപ്പം അവൻ തേച്ചതാണ് എന്നുള്ള സെന്റൻസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ ഈ താഴെ പറയുന്ന 3 ജ്ഞാനമാതൃകകളെ ഉണ്ടാക്കുവാൻ ആ ഒരു സ്ട്രക്ചറിന് കഴിയും. ഇതിപ്പോ അവൾ തേച്ചതാണ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ ആ തേക്കുക എന്നുള്ള ക്രിയയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ജ്ഞാനമാതൃകകളെ ആവിഷ്കരിക്കുവാനുള്ള ശേഷി ആ ഒരു ഭാഷാരൂപത്തിനുണ്ട്. അത് നമ്മുടെ ജ്ഞാനമാതൃക അനുസരിച്ചാണ്, നമ്മുടെ ജ്ഞാനമാതൃകയിൽ എങ്ങനെയൊക്കെയാണ് ഈ തേക്കുക എന്നുള്ള ക്രിയയെ നമ്മൾ ആർജിച്ചു വെച്ചിട്ടുള്ളത്, സങ്കല്പനം ചെയ്തിട്ടുള്ളതെന്നനുസരിച്ച് നമുക്ക് ആദ്യത്തെ സെന്റൻസ് കേൾക്കുമ്പോൾ പലതരം ജ്ഞാനമാതൃകകൾ ഉണരുകയാണ് ചെയ്യുക. പിന്നീട് നമുക്ക് ഭാഷയിലൂടെ അതിനെ കൂടുതൽ വ്യക്തമാക്കുമ്പോൾ മനസ്സിലാക്കാനും ആ ജ്ഞാനമാതൃകകൾ തെളിഞ്ഞു വരുന്നതായിട്ടും കാണാൻ കഴിയും. ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇതിലെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു അമ്മയുടെ നായര് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം അർത്ഥങ്ങൾ അതിൽ നിന്ന് കിട്ടില്ലേ? പ്രധാനമായിട്ടും അമ്മയുടെ നായര് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക? വീണ്ടും നിങ്ങൾ പറയാമോ? അമ്മയുടെ നായര് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? അച്ഛൻ. ഇന്ദുചൂടൻ എന്താ പറഞ്ഞത്? അച്ഛൻ. അമ്മയുടെ നായർ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന അർത്ഥം. സോഷ്യൽ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണല്ലോ. നിന്റെ അമ്മയുടെ നായര് എന്നാണ് പറയുന്നതെങ്കിൽ അത് എന്തായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക? തെറി വിളിക്കുന്നതാണ്, വിലക്ക് പദമായിട്ടാണ്. ഒരാളോടുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസത്തെ, ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ ആവിഷ്കരിക്കുവാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അമ്മയുടെ നായര് എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നൊരു അർത്ഥം ഉണ്ടോ അതിന് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജ്ഞാനമാതൃകയിൽ അത് അങ്ങനെയാണ് ആദ്യമായി തെളിഞ്ഞു വരിക. ഇനി ഒന്ന് ആലോചിച്ചേ, അത് സാധ്യമായിട്ടുള്ള എല്ലാ അറിവുകളും നിങ്ങളൊന്ന് ആർജിച്ചു നോക്കൂ. അമ്മയുടെ നായര് എന്ന് കേൾക്കുമ്പോൾ നമുക്ക്
നായര് എന്നുള്ള പദത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാന മാതൃകകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ജ്ഞാന മാതൃക എന്തെല്ലാമാണ്, അതിന്റെ ജ്ഞാനാംശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അത് ഒന്നാമതായിട്ട് അതൊരു ജാതി സൂചകമായിട്ടുള്ള പദമാണ്, അല്ലെ? ജാതി വാൽ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പദമാണ്, ജാതിയെ കുറിക്കുന്നതാണ്. ഇവിടെ ഈ പ്രത്യേക കോണ്ടെക്സ്റ്റില് അമ്മയുടെ നായര് എന്നുള്ള കോണ്ടെക്സ്റ്റില് അതൊരു പുരുഷനെ കുറിക്കുന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ നായര് എന്നുള്ള പദത്തെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു. ഇതിനെ എടുത്തിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ നായർ എന്ന് പറഞ്ഞാൽ അവർക്കത് ജാതി എന്നുള്ള ഒരു അറിവിലേക്ക്, ജ്ഞാനമാതൃകയിലേക്ക് ബന്ധിപ്പിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നായര് ടീക്കട നായരാണ്. ടീക്കട നടത്തുന്ന മലയാളിയെ എല്ലാം വിളിക്കാൻ വേണ്ടിയിട്ട് വിശേഷിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന, പരാമർശിക്കാൻ അവർ ഉപയോഗിക്കുന്ന വാക്കാണ് നായര്. നായരുടെ ചായക്കട എന്നർത്ഥത്തിൽ. അപ്പൊ ഒരു ചായക്കട നടത്തുന്ന മലയാളി എന്നർത്ഥത്തിൽ അവർ നായരാണ് ചായക്കട നടത്തുക എന്ന് പറയും. അയാള് ജാതിയിൽ നായരാണെങ്കിലും അല്ലെങ്കിലും അവരങ്ങനെയാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നായര് എന്ന് പറയുമ്പോൾ നായരുടെ ജാതി മാത്രമല്ല, ഈ പറഞ്ഞ പോലെ സംബന്ധക്കാരൻ, ജയകുമാർ പറഞ്ഞതുപോലെ സംബന്ധക്കാരൻ എന്നൊരു അർത്ഥം വരും, ഇല്ലെ? പങ്കാളി എന്നൊരർത്ഥം. ഇപ്പൊ നമുക്ക് ഭർത്താവ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധ്യപ്രകാരം നമ്മൾ പങ്കാളി എന്നാണ് പറയുക. അതും മറ്റ് ജ്ഞാനമാതൃകകൾ. ഞാൻ ഏത് വാക്ക് ഉപയോഗിക്കുന്നു, ഞാൻ പങ്കാളി എന്നാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭർത്താവ് എന്ന് ഉപയോഗിക്കുന്നു, അനുസരിച്ച് എന്റെ ജ്ഞാനമാതൃക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ഈ നായര് എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിലേക്ക്, ജാതി അല്ലെങ്കിൽ കേരളത്തിലെ ജാതി ചരിത്രം, കേരളത്തിന്റെ ജാതി ചരിത്രത്തിലേക്ക്, നായർ ജാതിയുടെ ചരിത്രത്തിലേക്ക്, അവരുടെ ശ്രേണി അല്ലെങ്കിൽ ശ്രേണി വ്യവസ്ഥയെ കുറിച്ച് ഒക്കെയുള്ള ഒരു വലിയ സൂചകങ്ങൾ, ദായക്രമത്തെ കുറിച്ചുള്ള സൂചനയൊക്കെ വഹിക്കുന്ന ഒന്നാണ് ഈ അമ്മയുടെ നായര് എന്നുള്ള പ്രയോഗം. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ നമുക്കതിനെ ചീത്ത വാക്കാണെന്ന് മിനി എബ്രഹാം പറഞ്ഞതുപോലെ, ഇന്ദുചൂടൻ പറഞ്ഞതുപോലെ, തെറിവിളിയാണെന്ന് ആൽബിൻ പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നത് അതിനെ ഇത്തരത്തിന്റെ ഒരു ചരിത്രപരമായിട്ട് സാമൂഹിക അർത്ഥം കൂടെ ഉള്ളത് കൊണ്ടാണ്. അത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പിന്നീട് ഇത് കാലക്രമത്തിൽ നമ്മുടെ ജ്ഞാനമാതൃകയിൽ പുതിയ തലമുറയിൽ ചിലപ്പോൾ ഇതിന്റെ ചരിത്രം ഒന്നും അറിയണമെന്നില്ല. അമ്മയുടെ നായര് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം തെറിയാണ് എന്ന് പറഞ്ഞ ശീലം, ഇത് ഒരു തെറിയാണ്, ഇത് പ്രയോഗിക്കുന്ന സന്ദർഭം അത്തരത്തിലുള്ളതാണ്. ആ സാഹചര്യം, അതുപോലെ തന്നെ ഇൻറ്റോണേഷൻ, എങ്ങനെ അത് അവതരിപ്പിക്കപ്പെടുന്നു എന്നതൊക്കെ, മുഖഭാവങ്ങൾ തുടങ്ങിയ ഒരുപാട് അറിവുകളിലൂടെ ഇതൊരു വിലക്ക് പദമാണ് എന്നുള്ള അറിവ് വരുന്നു. അപ്പോൾ അടുത്ത ഒരു ഉദാഹരണം നിങ്ങളിൽ പലർക്കും പറയാൻ കഴിയുന്ന ഒന്നായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ജ്ഞാനമാതൃകകളെ ഉണർത്താൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ്. ഇതൊന്ന് പറയാമോ? വായിക്കാം. മരത്താലെ വന്ന ദോഷം മരത്താലെ ഒഴിപ്പാനായി മരത്തിന്മേൽ തൂങ്ങി നീയും മരിച്ചോ പുത്ര എന്നുള്ള ഒരു 2 വരിയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ആൽബിൻ പറഞ്ഞോളൂ. പുത്തൻപാനയല്ലേ? പുത്തൻ പാന മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. താങ്ക് യു. അപ്പോൾ അർണോസ് പാദ്രിയുടെ പുത്തൻ പാനയിലെ വരികളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആൽബിന്റെ ജ്ഞാനമാതൃക അല്ലെങ്കിൽ അറിവിന്റെ പശ്ചാത്തലത്തിൽ, പൂർവ്വധാരണയുടെ പശ്ചാത്തലത്തിലാണ് ആൽബിന് അത് പുത്തൻ പാനയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വേറൊരാൾക്ക് വേറൊരു ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ? മറ്റൊരാൾക്ക് മറ്റൊന്നായിട്ട് അതിനെ തോന്നുന്നുണ്ടോ? പുത്തൻ പാന എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയോ തെറ്റോ പുതിയ അറിവായിരിക്കാം. മറ്റൊരു ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? എന്ത് ഞാൻ വാളയാർ കുട്ടികൾ എന്ന് ഷിഫ്സി പറയുന്നു. മരത്താലെ വന്ന ദോഷം എന്തുകൊണ്ടാണ്? അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബന്ധിപ്പിക്കലാണ്. ഷിഫ്സിയുടെ ജ്ഞാന മാതൃക അല്ലെങ്കിൽ ജ്ഞാനാംശങ്ങളിൽ നിന്നുള്ള ഒരു ബന്ധിപ്പിക്കലായിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഷിഫ്സിക്കൊന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാമോ, എന്തുകൊണ്ടാണ് വാളയാർ കുട്ടികളെ ഓർമ്മ വന്നത്? മരത്തിന്മേൽ തൂങ്ങി എന്ന് പറഞ്ഞത് കൊണ്ടാണോ? മരത്തിന്മേൽ തൂങ്ങിന്ന് കേട്ടോ പെട്ടെന്ന്. ശരി, നമുക്ക് അങ്ങനെയും ചിന്തിക്കാമല്ലോ. നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് ഷിഫ്സിക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാവ്യഭാഗമായിരിക്കും. ഇത് ശരിക്കും കവിതയിൽ നിന്നുള്ളതാണ്. ഇത് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അത് കാണുമ്പോൾ ഷിഫ്സിയുടെ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഷിഫ്സിക്ക് പെട്ടെന്ന് അതിനെ കണക്ട് ചെയ്യാൻ കഴിയുന്നത് വാളയാർ കുട്ടികൾ എന്നുള്ള ഒരു നമ്മുടെ ഒരു വർത്തമാനകാല സംഭവമായിട്ട് ബന്ധപ്പെട്ട അത്തരം ഒരു ബിംബത്തിലേക്കാണ് ഷിഫ്സിയുടെ അറിവ് അതിനെ ബന്ധിപ്പിക്കുന്നത്, ജ്ഞാനമാതൃക വർക്ക് ചെയ്യുന്നത്. വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും ബൈബിൾ കഥ, മിനി എബ്രഹാമിന് അത് ബൈബിൾ കഥയായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ബൈബിൾ കഥ എന്ന് പറയാൻ പറ്റുമോ? മിനി പറയാമോ?
മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇല്ല, കുറച്ച് മടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ ബൈബിൾ ഏതോ ഒരു കാവ്യഭാഗമാണെന്ന് തോന്നി, അതിന്റെ ഈണമുള്ളതായിട്ടും തോന്നി എന്ന് മീര കൃഷ്ണൻ പറയുന്നുണ്ട് അല്ലെ. അതിന്റെ ഈ പറയുന്ന റൈമിംഗ് ഒക്കെ പ്രാസമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കവിതയാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കൊട്ടേഷൻ മാർക്സ് ഒക്കെ അതും മീരയുടെ ഒരു അറിവുമായിട്ട് ബന്ധപ്പെട്ട കൊട്ടേഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നിന്നോ കോട്ട് ചെയ്തതാണ് ഈ കൊട്ടേഷൻ മാർക്സ് എന്ന് പറയുന്നത്. ഒരു വേറെ ആരോ പറഞ്ഞ ഒരു കാര്യം എടുത്തെഴുതിയത് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നുള്ള ആ ഒരു അറിവും ഒക്കെ ബന്ധിപ്പിച്ച് അത് ഇന്ന ആയിരിക്കും, ഇങ്ങനെയാണ്, അതിനൊരു ഈണമുണ്ട്, ഒരു താളം അതിൽ നിന്ന് മീരയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പലർക്കും പലതും തോന്നിയിട്ടുണ്ടാവും ഇത് കാണുമ്പോൾ. ഇത് ആൽബിൻ പറഞ്ഞതുപോലെ പുത്തൻ ബാനയിലെ വരികളാണ്. എന്തുകൊണ്ടാണ് ആൽബിന് പുത്തൻ ബാനയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതെന്നൊന്ന് പറയാമോ? എങ്ങനെയാണ് കഴിഞ്ഞത്? ഒന്ന് എനിക്കിത് കേട്ട് പരിചയമുള്ളത് കൊണ്ട്, പിന്നെ ഇത് ബൈബിൾ റിലേറ്റഡ് ആയതുകൊണ്ടും, പിന്നെ എന്റെ വീട്ടിലൊക്കെ ഈസ്റ്റർ സംബന്ധമായിട്ട് വ്യാഴങ്ങളിലൊക്കെ ഇത് ചൊല്ലുന്നതായതുകൊണ്ടൊക്കെ, പിന്നെ ഒരു മലയാള വിദ്യാർത്ഥി ആകുമ്പോൾ നമ്മൾ ഈ വർത്തമാനം പഠിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെയും വരുമല്ലോ, പഠിച്ചിട്ടുമുണ്ട്. താങ്ക് യു. അപ്പൊ ആൽബിന്റെ അനുഭവ തലത്തിൽ ഇത് ഉണ്ട്. ഇതിന് പല അറിവുകളാണ് ആൽബിനെ സംബന്ധിച്ചിടത്തോളം ഈ വരികൾ ഉണർത്തുന്നത്. ആൽബിന്റെ മസ്തിഷ്കത്തിൽ കാലാകാലങ്ങളായിട്ട് ശേഖരിക്കപ്പെട്ടിട്ടുള്ള പല അറിവുകൾ ഇതില് ആൽബിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നു. ഇത് പുത്തൻ ബാനയിലെ വരികളാണ്. ഇത് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും, അത് ഞാൻ പിന്നെ പറയാവേ. അപ്പോൾ ഇത് പുത്തൻ ബാനയിലെ വരികളാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആൽബിനെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇലക്ഷൻ സമയത്ത് പാലായിലെ മത്സരം സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് വളരെ പിന്നെ രസകരമായിട്ടുള്ള ഒരു അറിവ് പങ്കുവെച്ചിട്ടുണ്ട്. സുജയുടെ ജ്ഞാനാംശം സ്വാംശീകരിച്ച്, അല്ലെങ്കിൽ സുജയുടെ മസ്തിഷ്കം സ്വാംശീകരിച്ച ഒരു അറിവാണിത്. അപ്പോ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. പക്ഷെ ഇതിന്റെ റൂട്ട് എന്താണെന്ന് സുജയ്ക്ക് ഒരു പക്ഷെ അറിയില്ല കേട്ടോ എനിക്ക്. എന്തായാലും ഇത് ആൽബിനെ സംബന്ധിച്ചിടത്തോളം, ആൽബിന്റെ പ്രത്യേകിച്ച് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അത് ചില സഭകളിൽ പ്രത്യേകിച്ചും അവരുടെ മത ജീവിതവുമായിട്ട് ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒന്നാണ് പുത്തൻ ബാന. സാഹിത്യ വിദ്യാർത്ഥി ആയതുകൊണ്ടല്ല, എല്ലാ സാഹിത്യ വിദ്യാർത്ഥികൾക്കും ഒരു പക്ഷേ ഇത് അറിയണമെന്നില്ല. ഇത് ഒരു മതബന്ധം കൂടി അതിനുണ്ട്. അർണോസ് പാതിരി എഴുതിയിട്ടുള്ള പുത്തൻ ബാന, അതിലെ ഉമ്മാവിലാപം എന്നുള്ള ഭാഗത്ത് നിന്ന് 13ാം ഭാഗത്ത് നിന്നുള്ള വരികളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. അത് അനുഭവത്തിന്റെ തലത്തിൽ ഉള്ളത് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇതിൽ നിന്നുള്ള ക്ലൂ വെച്ചിട്ടാണ് നിങ്ങളിൽ ചിലരൊക്കെ ഇത് ബൈബിൾ കഥയാണ് എന്ന് ഊഹിച്ചിട്ടുണ്ടാവുക. ക്ലൂ: മരത്താലെ വന്ന ദോഷം മരത്താലെ ഒഴിപ്പാനായി മരത്തിന്മേൽ തൂങ്ങി ക്രൂശിതനായ മിശിഹായെ സൂചിപ്പിക്കുന്നതാണെന്ന് ബ്ലസ്സി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥ, ആ ഒരു ബിബ്ലിക്കലായിട്ടുള്ള ജ്ഞാനമുണ്ടെങ്കിൽ ഈ കാര്യത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, ഇതെന്തായിരിക്കും കാരണം, ഇതെങ്ങനെയാണ് നമുക്ക് ഇതിനെങ്ങനെ ഊരിക്കഴിക്കാൻ കഴിയുമെന്നുള്ളത് അല്ലേ. നമ്മൾ അങ്ങനെയാണ് പലതിനെയും എല്ലാം ഒന്നും നമുക്ക് അറിയില്ല. പകരം നമ്മൾ ഇതിനെ ഒരു പസിലായിട്ട് കണ്ടുകൊണ്ട് അതിന്റെ ക്ലൂകൾ ഉപയോഗിച്ച് അതിനെ ഒന്ന് നിർവചിക്കാൻ ശ്രമിക്കുക, അതിന്റെ ഊരിക്കഴിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ബിബ്ലിക്കലായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് ആ അറിവുള്ളവർക്ക് മനസ്സിലാകും. അപ്പം അതെന്താണ് മരത്താലെ എന്ന് വെച്ചാൽ ഏദൻ തോട്ടം, അവിടെയുള്ള വൃക്ഷത്തിന്റെ ഇന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് മനുഷ്യർ പാപികളായത് എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു ചരിത്രം. ഇതൊന്നുമല്ലാത്ത ചിലർക്ക് ഞാൻ ആ ഉത്തരം കൂടെ പ്രതീക്ഷിച്ചിരുന്നു. ഈ മലയാള സാഹിത്യം പഠിക്കുന്ന, ഇത് സിലബസിന്റെ ഭാഗമായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള താല്പര്യരായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇത് ഒരു വിലാപ കാവ്യമാണ് എന്നും, മലയാളത്തില് വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏക വിലാപ കാവ്യമാണ് പുത്തൻ ബാന എന്നും, ഇത് വളരെ ശോകച്ഛവിയുള്ള ഒരു പിന്നെ വിലാപകാവ്യമാണ്. ഭയങ്കര ദുഃഖമാണ്. കാരണം പ്രത്യേകിച്ച് ഈ മതത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഇത് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന പിന്നെ ഈ പറയുന്ന പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പാടുന്ന പാട്ടാണ്. വളരെ ദുഃഖമാണ്. ഇതിന്റെ പിന്നെ കന്യകമറിയം എന്ന് പറയുന്ന യേശുവിന്റെ അമ്മ മകന്റെ മരണത്തിൽ നടത്തുന്ന വിലാപമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ദുഃഖം. പക്ഷേ ഇത് മലയാള വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഇതറിയാമായിരിക്കുന്നു. വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ ഇത് അതാണ് ഇതിന്റെ വൃത്തം, തോന്നതയാണ് ഇതിന്റെ വൃത്തം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ് തന്നെ ഇതിനകത്ത് മാറ്റാൻ പറ്റും. ആ അറിവ് ഇതിന്റെ മൂഡിനെ തന്നെ മാറ്റി മറ്റൊന്നായിട്ട് അതിനെ പഠിക്കാൻ, മാത്രമല്ല അത് മതത്തിൽ നിന്ന് എടുത്ത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുമ്പോൾ മറ്റൊന്നായിട്ടായിരിക്കാം ഈ മത ജ്ഞാനമാതൃകളൊന്നുമില്ലാത്ത വിദ്യാർത്ഥികൾ ഇതിനെ പഠിക്കുന്നുണ്ട്.
ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. അപ്പൊ അതില് പുത്തൻപാന ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പുത്തൻപാനയാണെന്നുള്ളതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അതില് ഇന്നസെന്റിന്റെ കഥാപാത്രം പെണ്ണ് കാണാൻ പോകുന്നത് ഒരു കണ്ടിന്യൂസ് ആയി ഒരു പല സീക്വൻസുകളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇയാള് ഓരോ തവണയും, കാരണം കുറച്ച് നമ്മൾ ഈ പറയുന്ന വിവാഹപ്രായം എന്നുള്ള ജ്ഞാനമാതൃകയ്ക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, സമൂഹം അംഗീകരിച്ചിട്ടുള്ള വിവാഹപ്രായത്തിനൊക്കെ അപ്പുറം നിൽക്കുന്ന, ആ പരിധിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അയാളുടെ നമുക്കറിയാം, വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ ഊഹിക്കാനും കഴിയുമല്ലോ. മാത്രമല്ല നമുക്ക് ആ നടന്റെ പ്രായവും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് അവിടുത്തെ കോമഡി. അങ്ങനെയുള്ള കോമഡിക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ തമാശ ഉണ്ടാക്കുന്നതിൽ, നർമ്മം ഉണ്ടാക്കുന്നതിൽ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇയാള് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ പശ്ചാത്തലത്തിൽ ഇയാളുടെ വളരെ വൃദ്ധയായ ഒരു അമ്മയാണ്. കാരണം അവരുടെ ശബ്ദത്തിൽ നിന്ന് വളരെ വൃദ്ധയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ചൊല്ലുന്നത് ഈ പുത്തൻവാനയാണ്. അപ്പോൾ ഈ പുത്തൻവാന ചൊല്ലുന്നു, ഇയാള് ഒരുങ്ങുന്നു. ഞാൻ കുര്യാക്കോസയെ എന്ന് വിളിക്കും, ഞാൻ ഒരുങ്ങി അമ്മച്ചിന്ന് ഇന്നസെന്റിന്റെ കഥാപാത്രം പറയും. അപ്പോൾ ഒരുങ്ങി മുന്നിലൊരു പിന്നെ സ്റ്റൈലിന് മുടിയൊക്കെ ഇങ്ങോട്ട് മുന്നേക്കിട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇയാളുടെ ബോസിന്റെ കോള് വരുന്നതും ഓരോ തവണയും ഈ വിവാഹം ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ, ഒരുക്കത്തിന്റെ സ്റ്റേജിൽ തന്നെ, പെണ്ണ് കാണല് ഒരുക്കത്തിന്റെ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ പിന്നെ നിന്നു പോകും. ആൻസർ ചോദിച്ചാൽ പാനവൃത്തം സർപ്പിണിയാണ്. ഞാൻ പുത്തൻ പാന നഥോന്നത വൃത്തത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു പോയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുങ്ങയാണ് അമ്മച്ചി എന്ന് ഓരോ തവണ പറയും. പക്ഷെ ആ ഒരുക്കം അവിടെ വെച്ച് തന്നെ നിന്നു പോവുകയും ഫോൺ കോൾ വന്ന് അയാളുടെ വിവാഹത്തിന്റെ ആലോചന തന്നെ മുടങ്ങി പോവുകയും ചെയ്യുന്നു. പിന്നീട് ഇതേ പാന ചൊല്ലുന്ന ഒരു പെൺകുട്ടിയെ ആണ് അയാൾക്ക് മറ്റൊരു സന്ദർഭത്തിൽ കാണുകയും അങ്ങനെ അവർ തമ്മിൽ ഒരു ഈ ജ്ഞാനമാതൃകയുടെ ഒരു കണക്ഷൻ വരികയും അവര് പിന്നെ പ്രണയത്തിലാവുകയും വിവാഹത്തിലേക്കൊക്കെ പോവുകയും എന്നൊരു സൂചനയാണ് സിനിമ തരുന്നത്. അപ്പം ഇത് ചിലപ്പോൾ ചില കാര്യം ഈ ചില ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു പാറ്റേൺ നോക്കിയാൽ മരിച്ചോ പുത്ര എന്ന് പറയുന്ന ആ ഒരു ഈ പുത്ര എന്ന് അവസാനിക്കുന്നത് ഈ പുത്തൻപാനയിലെ ഉമ്മാവിലാപത്തിന്റെ ഒരു ആവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് ആ ഒരു സിനിമാ സന്ദർഭവുമായിട്ട് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ ചിലർക്ക് പറയാത്ത ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പല ജ്ഞാനമാതൃകകളിൽ ഇവിടെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്ത ജ്ഞാനമാതൃകകളായിരിക്കും ഓരോന്ന് കേൾക്കുമ്പോഴും ഉണ്ടാവുക. ഇങ്ങനെ ഒരുപാട് അറിവുകളുടെ സഞ്ചയമാണ് ഒരു ജ്ഞാനമാതൃക എന്ന് പറയുന്നത്. അത് വ്യക്തികൾക്കനുസരിച്ച് മാറി വരും എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു ഉദാഹരണം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇപ്പൊ ഞാൻ 3ാമത്തെ ക്ലാസ്സിൽ ജ്ഞാനമാതൃകയുടെ ക്ലാസ്സിൽ പറയും എന്ന് പിന്നെ ഡോക്ടർ പ്രജീഷ് പിയും ഡോക്ടർ AC സുഹാസിനിയും ഡോക്ടർ PM ഗിരീഷും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പഴഞ്ചൊല്ലുകളുടെ പഠനത്തിൽ നമുക്ക് കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. പഴഞ്ചൊല്ലുകളുടെ പഠനത്തിൽ വളരെ ഇതിനൊക്കെ ജ്ഞാനം, ഓരോ പഴഞ്ചൊല്ലും ഓരോ ജ്ഞാനമാതൃകയാണ്. അതിന് ഉദാഹരണമാണ് ഞാനിവിടെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, കൂടുതൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പഴഞ്ചൊല്ല് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്നുള്ളത് ഒരു ജ്ഞാന മാതൃകയാണ്. അത് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂഡൽ വ്യവസ്ഥ, ജന്മിത്വ വ്യവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ജ്ഞാന മാതൃകയാണ് ഈ പഴഞ്ചൊല്ലിന്റെ വിനിമയത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ അറിവുകൾ, ഈ ജ്ഞാനമാതൃകകളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ ചരിത്രം പറഞ്ഞില്ലേ, കോരൻ എന്നുള്ളത് ഒരു കീഴാള വ്യക്തിനാമമാണെന്ന് നമുക്കറിയാം. പിന്നെ കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്നത് കുമ്പിൾ എന്താണെന്നും കുമ്പിളിൽ കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ കഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെയുള്ള, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും ഏത് വിശേഷം, ഓണം എന്നുള്ളത് എന്താണ്, അത് സമൃദ്ധിയുടെ ഉത്സവമായിട്ടൊക്കെ മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ജ്ഞാനമാതൃകകൾ, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനമാതൃക, പിന്നെ ഈ വ്യവസ്ഥിതി, സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനമാതൃകകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പൂർണ്ണമായിട്ട്, ഈ ജ്ഞാനമാതൃകകളെല്ലാം ഉള്ള ഒരാൾക്കാണ് പൂർണ്ണമായിട്ടും ഈ പഴഞ്ചൊല്ലിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജ്ഞാനമാതൃകയിൽ ഇത് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് വിനിമയം ചെയ്യപ്പെടുന്നില്ല എന്നർത്ഥം. ഇനി നമ്മുടെ പുതിയ കാലത്തെ ഒരു ഉദാഹരണം പറയാം. ട്രോളുകൾ ആണ് നമ്മുടെ ഒരു പുതിയ ഒരു നമ്മുടെ നേരം പോക്കും, നമ്മുടെ സാമൂഹിക വിമർശനവും, നമ്മുടെ പ്രതിഷേധവും ഒക്കെ നമ്മൾ ട്രോളുകളിൽ, ഇത് പുതിയ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഒരു ഡിജിറ്റൽ കാലത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ ട്രോള് വായിക്കുന്ന എല്ലാവർക്കും തന്നെ
കാര്യം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ജ്ഞാന മാതൃകയാണ് വാക്സിനേഷന്റെ ജ്ഞാന മാതൃക. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാന മാതൃക നമുക്കുണ്ട്. അപ്പൊ കോവിഡ് പദാവലിയെ കുറിച്ച് ഡോക്ടർ പി എം ഗിരീഷ് ഒരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ, ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ രസമുണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം വാക്സിൻ പല വ്യക്തികളിൽ വ്യത്യസ്തമായി, ഇത് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ അധികം സത്യമാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ട്രോളാണ്. അതുകൊണ്ട് ഞാനത് സേവ് ചെയ്ത് വെച്ചതാണ്, ഈ ഒരു അവസരത്തിൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാക്സിൻ എടുത്തപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ് എന്നുള്ളത് കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബാഹുബലി എന്നുള്ള സിനിമയിലെ ഒരു സ്റ്റില്ലാണ്. അതിനകത്തെ പ്രധാന കഥാപാത്രമായ ബാഹുബലിയുടെ ഒരു ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാഹുബലിയുടെ ഭാര്യയുടെ സീമന്തത്തിന്റെ സാഹചര്യത്തിലുള്ള ചിത്രമല്ല. ബാഹുബലി ചെറുപ്പത്തിൽ ശിവഗാമി ദേവിയോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ഒരു വാത്സല്യം അനുഭവിച്ചിരുന്ന ഒരു കാലത്തെ കുറിച്ച് ആ ഒരു ചിത്രമല്ല. അങ്ങനെ ആ സിനിമയിലുള്ള മറ്റു എല്ലാ സീക്വൻസുകളും ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രത്യേക ചിത്രം ഏത് സാഹചര്യത്തിലുള്ളതാണ്, ഈ കഥയുടെ ഏത് സന്ദർഭത്തിലുള്ളതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇത് വ്യക്തമായിട്ട് സംവേദനം ചെയ്യപ്പെടും. അപ്പോ ഇത് യുദ്ധാനന്തരം ആ ഒരു യുദ്ധം ജയിച്ച് പ്രതിരോധിച്ച് അല്ലെങ്കിൽ ശത്രുവിനെ കീഴടക്കി വന്നിട്ടുള്ള ബാഹുബലിയുടെ ആ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ചിരിയാണ്. അതാണ് നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ പ്രതീക്ഷിക്കുക. ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. ഞാനൊരു വാക്സിനെതിരെ അല്ലെങ്കിൽ വാക്സിൻ കൊണ്ട് ഞാൻ രോഗാണുവിനെ വൈറസിനെ പ്രതിരോധിച്ചു. ഒരു പടി ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പ്രതിരോധിക്കാം, ഞാൻ പ്രാപ്തയായി ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ താഴെയുള്ള ചിത്രമാണ് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? അത് ഏത് സിനിമയാണെന്നുള്ളത് ഒരു പ്രസക്തിയും ഇല്ല. അവിടെ പോക്കിരി രാജ എന്നുള്ള സിനിമയാണ്. ഇതിനകത്തെ ഈ കഥാപാത്രം സുരാജ് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം പോലീസുകാരനാണ്. അയാള് ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്റെ ചുമതല ഏൽപ്പിച്ചും പേടിച്ചിട്ട് പനിച്ചു കിടക്കുന്നതാണെന്നുള്ളത് ഞാനൊന്നും വേണമെന്നില്ല. പകരം ആ ചിത്രത്തിൽ കാണുന്നത് ഒരു കൊമ്പൻ മീശക്കാരൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊമ്പൻ മീശ എന്ന് പറയുന്നത് പൗരുഷത്തിന്റെ പ്രതീകമാണ്. വളരെ വീരശൂര പരാക്രമിയാണെന്നൊക്കെ കാണിക്കാനാണ് നമ്മൾ അങ്ങനെ ഒരു ജ്ഞാന മാതൃക നമ്മളിൽ വർക്ക് ചെയ്യും. കൊമ്പൻ മീശ കണ്ടോ ഇയാൾ ഇത്തിരി ഇതാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു കൊമ്പൻ മീശക്കാരൻ ഇങ്ങനെ പേടിച്ച് മങ്കിക്യാപ്പൊക്കെ വെച്ചിട്ട്, മങ്കിക്യാപ്പ് സാധാരണ നമ്മള് കുട്ടികൾക്കാണ് കൂടുതൽ മങ്കിക്യാപ്പ് തരും. കുറച്ചൊരു പ്രായം കഴിയുമ്പോൾ നമ്മൾ മങ്കിക്യാപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിമുഖത കാണിക്കും. അത് നമ്മുടെ ഒരു ജ്ഞാന മാതൃക. ആളുകൾ നമ്മളെ കളിയാക്കും, അത് മുതിർന്നവർക്ക് ചേരുന്ന ഒന്നല്ല എന്നൊക്കെയുള്ള നമ്മുടെ ധാരണ. അത് ഒരു ജ്ഞാന മാതൃകയാണ്. അപ്പൊ ഇങ്ങനെ ബ്ലാങ്കറ്റിൽ ഇങ്ങനെ പുതച്ച് കിടക്കുകയാണ് പേടിച്ചത്. ഇത് ആ പുതച്ച് കിടക്കുന്ന മങ്കിക്യാപ്പൊക്കെ വെക്കുന്ന എന്തിന് നമ്മൾ ചെയ്യുന്നു? തണുപ്പിനെ പ്രതിരോധിക്കാൻ. അപ്പോൾ അതാണ് മങ്കിക്യാപ്പ് വെക്കുന്നത്, ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നു ഒക്കെ തണുപ്പിനെ പ്രതിരോധിക്കാൻ. നമുക്ക് എങ്ങനെയാണ് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു സാഹചര്യം വരിക? ഇവിടെ അത് നമ്മൾ തണുപ്പുള്ള ഒരു നാട്ടിൽ ചെന്നത് കൊണ്ടല്ല, നമ്മുടെ അന്തരീക്ഷം കാലാവസ്ഥ ശൈത്യകാലം ആയതുകൊണ്ടല്ല. ഈ ഒരു സന്ദർഭം അത് വളരെ നമ്മുടെ നാട്ടിലെ നോർമൽ എന്ന് പറയുന്ന ഒരു 30 ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ കിടക്കണമെങ്കിൽ അയാൾക്ക് പനി ഉണ്ടാവണം, അയാൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതായിരിക്കും. അപ്പോൾ വാക്സിൻ എടുത്തപ്പോൾ സംഭവിച്ചത് ഇതാണ്. നമ്മൾ ഉദ്ദേശിച്ചത് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നത് ഒന്ന് സംഭവിച്ചത്. ഇത് വളരെ നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് ആണ് ഈ ട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും ഇതിന് പിന്നിലെ ദൈക്ഷണിക വൃത്തി എന്ന് പറയുന്നത് ഇത്ര കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും അധികം കാര്യങ്ങളെല്ലാം കൂടെ ചേരുന്ന ജ്ഞാന മാതൃകകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രോൾ നമുക്ക് കൺവേ ചെയ്യപ്പെടുള്ളൂ. അത് നമുക്ക് കൺവേ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ തന്നെ ഒറ്റ കാഴ്ചയിൽ തന്നെ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ബാഹുബലി നിങ്ങൾ കണ്ടിട്ടില്ല, ബാഹുബലി എന്നൊരു ജ്ഞാനമേ നിങ്ങൾക്ക് ഇല്ല എങ്കിലും കാണുമ്പോഴെന്താണ് ഒരു പടച്ചട്ടയൊക്കെയാണ് ഇല്ലേ, നമ്മുടെ കാലത്തിന് ചേരുന്ന ഒരു കോസ്റ്റ്യൂം അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്തോ ഒരു പഴയ കാലത്തെ ഒരു ഇതാണ് കോസ്റ്റ്യൂം. പിന്നെ അയാളുടെ മുഖത്ത് നെറ്റിയിലൊക്കെ കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിയാണ്, നെറ്റിയിലൊക്കെ രക്തപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എന്തോ ഒരു സംഘടന കഴിഞ്ഞ് വരുന്നതാണെന്നൊരു ജ്ഞാനമെങ്കിലും നമുക്ക് അതിൽ നിന്നുണ്ടാകും. അപ്പോൾ ചിരിച്ചു നിൽക്കുകയാണല്ലോ, ഒരു സന്തോഷത്തിന്റെ ഒരു നിർവൃതിയുടെ ചിരിയൊക്കെ ചിരിക്കുന്നത് കൊണ്ട്, സംതൃപ്തിയുടെ ചിരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും അയാൾ ജയിച്ചതാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ്, നമ്മൾ യുദ്ധത്തിലാണെന്നൊക്കെയാണ് നമ്മൾ കോവിഡിന് പോരാളികൾ എന്നാണ് നമ്മൾ. ഇതൊരു പോരാണ്, ആരുമായിട്ട് മനുഷ്യനും വൈറസും തമ്മിലുള്ള പോരാട്ടമായിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെ അങ്ങനെ ഒരു ജ്ഞാനമാതൃക, യുദ്ധത്തിന്റെ ജ്ഞാനമാതൃകയിലാണ് നമ്മൾ ഈ കോവിഡിനെയും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പം കൺവേ ഒരു ട്രോളാണ്. അത്തരം ജ്ഞാനമാതൃകകളെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് വേഗം തന്നെ കൺവേ ചെയ്യപ്പെടുന്നത്. എന്നാൽ അടുത്തൊരു ട്രോള് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കാണിക്കുകയാണെ. ഇത്
എത്ര പേർക്ക് ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ആളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഇതെന്താണ്, ഈ ട്രോള് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടുള്ള ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ എനിക്ക് കാണാം എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത്. നിങ്ങൾ ഇനി പറയണമെന്നില്ല, നിങ്ങൾ ഊഹിച്ചതായിരിക്കാം. അങ്ങനെ ആരെങ്കിലും? അഷിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കാര്യമെന്ന്. വേറെ വേറെ ആരെങ്കിലും? ഇല്ല, അഷിത മാത്രമാണ്. അഷിത പറയാൻ പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഒരു പക്ഷേ ഇനിയിപ്പോ ഞാൻ ഉദ്ദേശിച്ചതാണോ എന്നുള്ളൊരു ഭയം, ഈ പറഞ്ഞ പോലെ അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാമെങ്കിൽ അല്ലെങ്കിൽ പറയാൻ ഒരു കുഴപ്പമില്ല, ഒരു കാര്യം പറയുകയല്ലേ എന്നുള്ളതാണെങ്കിൽ പറയാം. മീര കൃഷ്ണനും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ ഊഹിക്കുന്നത് പൊതുവെ നമ്മൾ കേരളീയരുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് പറയുന്നതാണ് പൊറോട്ടയും ബീഫും എന്നുള്ളത്. ഇതൊരു അപ്പോൾ ഈ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത്, അപ്പൊ ബീഫിന് പൊറോട്ടയ്ക്ക് സൈഡായിട്ട് ബീഫ് വരുമ്പോൾ ഇപ്പൊ ബീഫ് ഡ്രൈ ഫ്രൈ ഇരിക്കുന്നു. അപ്പൊ ബീഫ് സൈഡിലോട്ട് മാറിയിട്ട് ബീഫ് ഡ്രൈ ഫ്രൈക്ക് അവിടെ പ്രാധാന്യം വരുന്നു എന്ന രീതിയിലാണ് ഞാൻ നേരത്തെ ഈ ട്രോള് കണ്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ശരി, മീരയ്ക്ക് പറയാമോ? മീരയ്ക്ക് പറയാനുണ്ടോ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം? മീര എവിടെ ഉണ്ടോ? ഇന്ന് ലെഫ്റ്റ് ആയിട്ട് കണ്ടിരുന്നു. മീര എവിടെയുണ്ട്? പറയുന്നുണ്ടോ? ഓക്കെ, പറയുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഇതൊക്കെ തന്നെയാണ് മനസ്സിലായത്. പക്ഷെ ഈ ട്രോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊന്നുമല്ല. നിങ്ങളുടെ ജ്ഞാനം എങ്ങനെ, നിങ്ങളുടെ മസ്തിഷ്കം പ്രവർത്തിച്ച വിധം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് രസമായിട്ടാണ് നിങ്ങൾ ആ ഒരു ഇമേജിനെ ഡീകോഡ് ചെയ്യാൻ നിങ്ങൾ. ഇന്ദുചൂടൻ എന്തോ പറയുന്നത്? ഇന്ദുചൂടൻ പറയുന്നോ? അത് കുറച്ചുകാലം മുമ്പ് ഈ നെറ്റ്ഫ്ലിക്സിലോ മറ്റോ അതിന്റെ സബ് ടൈറ്റിൽ ബീഫിന് ആരും BDF എന്നായിരുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഓക്കെ, ഇന്ദുചൂടൻ പറഞ്ഞതാണ് ഇതിന്റെ ശരിക്കുള്ള അർത്ഥം. ഈ പിന്നെ ട്രോള് പിന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ ഈ ട്രോള് കാണുന്നത് വിത്ത് ക്യാപ്ഷനാ. അപ്പൊ നെറ്റ്ഫ്ലിക്സ് എന്നുള്ളത് ക്യാപ്ഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സന്ദർഭത്തിൽ ഇത് പലയിടത്തും ഈ ഒരു വിഷയം, ഈ ഒരു കാര്യത്തെ പല ട്രോളുകളിലും അവതരിപ്പിക്കപ്പെട്ട് കണ്ടതുകൊണ്ട് എനിക്കത് അങ്ങനെ മനസ്സിലായി. ഇന്ദുചൂടനും ഒരു പക്ഷെ അതിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചർച്ചകളോ മറ്റു ട്രോളുകളോ വാർത്തയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്നും കാണാത്ത, ഇത് കണ്ടിട്ടില്ലാത്ത, കാണാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലാത്ത അഷിതയ്ക്കും മീരയ്ക്കും രണ്ടുപേർക്കും ഏകദേശം ഇതുപോലെയാണെന്ന് മനസ്സിലായി. അപ്പം ഇവർക്ക് പരിചയമുള്ള ഒരു ജ്ഞാനവുമായിട്ട് അവരതിനെ ബന്ധിപ്പിക്കുവാനാണ് ശ്രമിച്ചത്. ഇങ്ങനെയാണ് മനുഷ്യബുദ്ധി അർത്ഥത്തെ സങ്കല്പനം ചെയ്യുന്നത്. നമുക്ക് പരിചയമുള്ള ഒന്നായിട്ട് നമുക്ക് ഇവിടെ അവിടെ ബീഫ് എന്ന് പറയുന്നത് BDF എന്നാണ് താഴത്തെ ഇമേജിൽ. പക്ഷെ നമ്മുടെ ഇതെല്ലാം പറയുന്നത് ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ്, സമഗ്ര മനഃശാസ്ത്രം എന്നുള്ള മനഃശാസ്ത്ര ശാഖയാണ് കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഒക്കെ ഒരു അടിസ്ഥാനമായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമഗ്രമായി BDF എന്നേ കണ്ടുള്ളൂ. പക്ഷെ അത് BDF ആണെന്നൊന്നും അഷിതയ്ക്കോ മീരയ്ക്കോ തോന്നിയില്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിനെ ബീഫ് എന്ന് തന്നെ, കാരണം മേലെ ബീഫ് എന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഷാരൂപങ്ങളും ഒന്നും പല സന്ദർഭങ്ങളും നിങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ ഭാഷാരൂപങ്ങളും ഒന്നും നമ്മൾ അത് വായിച്ചു നോക്കിയിട്ടൊന്നുമല്ല, നമുക്ക് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ അങ്ങ് ഒറ്റയടിക്ക് പെട്ടെന്ന് എങ്ങനെയാണോ അത് ദൃശ്യമാകുന്നത് അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന അറിവെന്താണ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ BDF ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കുറച്ചുകൂടെ സമയം കിട്ടിയത് കൊണ്ടും ഈ ഒരു അറിവ് പൂർവ്വധാരണ ഉണ്ടായിരുന്നത് കൊണ്ടും ഇന്ദുചൂടന് അതിന്റെ അറിവിനെ കൂടുതൽ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ വ്യക്തമായിട്ട് ഒരുപക്ഷെ ഈ ട്രോൾ തന്നെ കണ്ടിട്ടുണ്ടാവാം. എന്തായാലും അത് ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ ഗോദ സിനിമയാണെന്ന് തോന്നുന്നു. ഗോദ സിനിമയിൽ നായക കഥാപാത്രവും സുഹൃത്തും കൂടെ ബീഫും പൊറോട്ടയും എന്നുള്ള കോമ്പിനേഷനെ കുറിച്ച് വളരെ ഒത്തിരി ആസ്വദിച്ച് അക്കാര്യത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ, നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ പിന്നെ പ്രദർശനം, ഇതിന്റെ പ്രദർശനത്തിന് പിന്നെ എന്താ റൈറ്റ്സ് ഉള്ളത്. അപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഇതേ സമയം തന്നെ ഇത് പിന്നെ ആമസോണിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഓക്കെ, അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ ബീഫ് എന്ന് പറയുന്ന, കാരണം ബീഫ് എന്നും പിന്നെ പൊറോട്ടയും ബീഫും എന്നുള്ള സംഭവം ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും അതിനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കക്ഷികളുടെ
പിന്നെ ഇതനുസരിച്ച് ബീഫ് എന്ന് പറയുന്നത് അവർക്ക് മറ്റ് ഒരു ജ്ഞാന മാതൃകയാണ്. മലയാളികൾക്ക് ഉള്ള ജ്ഞാനം, ബീഫിനെ കുറിച്ചുള്ള ജ്ഞാന മാതൃക അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള നമ്മുടെ ഒരു ജ്ഞാന മാതൃകയല്ല മറ്റ് പിന്നെ സമൂഹങ്ങൾക്ക് ബീഫ് എന്ന് പറയുന്നത്. നമുക്കത് ഭക്ഷണമാണ്, ചിലർക്കത് ഭക്ഷണമല്ല എന്നുള്ളത്, ജീവനുള്ളത് ജീവനില്ലാത്തത് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഭക്ഷണമല്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് ഈ ഒരു പ്രതിസന്ധി, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, അത് ചിലരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തും, മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ അതൊരു പ്രശ്നം ആയി തീരും എന്നുള്ള ചില ധാരണകൾ, പൂർവ്വധാരണകൾ ആർക്കുണ്ട്? നെറ്റ്ഫ്ലിക്സിന്റെ അധികൃതർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ ഈ ബീഫിനെ PDF എന്നാക്കി സബ്ടൈറ്റിൽ അങ്ങ് മാറ്റുന്നു. അപ്പോൾ ഇനിയിപ്പം മലയാളത്തിൽ ബീഫ് എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഉച്ചാരണത്തിന്റെ ഒക്കെ കാര്യം കൊണ്ട് മനസ്സിലായില്ലെങ്കിലും ഈ സബ്ടൈറ്റിൽ കണ്ട് ഈ സിനിമ കാണാൻ വരുന്ന ഒരു ലാർജർ ഓഡിയൻസിനെ സംബന്ധിച്ച് അത് ബീഫാണ് എന്ന് അവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവേണ്ട. ഒരുപക്ഷെ അവരങ്ങനെ കേട്ടാലും ഇത് വേറൊന്നായിട്ട് അവതരിപ്പിക്കാം എന്നൊരു ആശയമാണ് ഈ ട്രോളിൽ. അതാണ് ഈ ട്രോളിന്റെ ജ്ഞാന മാതൃക. ഇനി അത് ആവിഷ്കരിക്കുവാൻ തെരഞ്ഞെടുത്തിട്ടുള്ള സിനിമാ സന്ദർഭം, അത് മറ്റൊരു ജ്ഞാന മാതൃകയാണ്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മളൊരു ഈ സിനിമ കണ്ടിരുന്നു, വൃദ്ധന്മാർ അങ്ങനെ ഓടരുതമ്മാവ ആളറിയാം എന്നുള്ള സിനിമയിലെ സന്ദർഭമാണ്. അപ്പോൾ ഈ ലിസി അവതരിപ്പിക്കുന്ന കഥാപാത്രം പിന്നെ സുന്ദരിയായ പെൺകുട്ടി, അപ്പോൾ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന നാട്ടിലെ ചെറുപ്പക്കാരുടെ ഗ്യാങ്, അതാണ് ഈ സിനിമയുടെ ഒരു ഈ ഭാഗങ്ങളുടെ ഒക്കെ ഒരു ആ സിനിമയുടെ ഒരു കഥ അത് തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മുകേഷിന്റെ കഥാപാത്രം ആ വീട്ടിലെ ജോലിക്കാരനായിട്ട്, അവളുടെ വീട്ടിൽ ജോലിക്കാരനായിട്ട് കയറുന്നു. എന്നിട്ട് കിട്ടുന്ന സന്ദർഭങ്ങളിൽ ചായ കൊണ്ട് കൊടുക്കുന്ന സന്ദർഭത്തിലൊക്കെ അതിന് ചേരാത്ത, അത് നമ്മുടെ ജ്ഞാനമാതൃക കേട്ടോ, അതിന് ചേരത്തില്ല എന്നുള്ളത് നമ്മുടെ ജ്ഞാനമാതൃക. എന്തുകൊണ്ടാണ് വീട്ടിൽ ജോലി ചെയ്യുന്നത്? ഈ പറയുന്ന ഡിഗ്നിറ്റി ഓഫ് ലേബർ ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും വളരെ പ്രശ്നമുള്ളൊരു സംഭവം, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ഒന്നും വളരാൻ കഴിഞ്ഞിട്ടില്ല, അത്രത്തോളം ഒരു അറിവിലേക്ക് നമ്മളൊന്നും വളർന്നിട്ടില്ല, ജ്ഞാനത്തിലേക്ക് വളർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഈ പറഞ്ഞ പോലെ അക്കാലത്തെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗ്ലാസ് വെച്ച്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലിൽ ഇങ്ങനെ കയറി വരുന്ന മുകേഷ്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാലത്തെ മുകേഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുകേഷിന്റെ പ്രിയദർശൻ സിനിമകളിലെയും ഒക്കെ മുകേഷിന്റെ കഥാപാത്രം കൂടുതലും ഈ പറഞ്ഞ ഉഡായിപ്പ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്വഭാവമുള്ള കഥാപാത്രമാണ്. അത് അങ്ങനെ പെൺകുട്ടി ഇംപ്രസ് ചെയ്യാൻ വരുന്നു. അപ്പോൾ വരുമ്പോൾ മറ്റൊരുവൻ കൂടുതൽ അവളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നു. ഇതൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും, സിനിമാ സന്ദർഭം ഒന്നും അറിഞ്ഞില്ലെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അതെ, PDF എന്ന്, അതെ ശ്രീജയ പറഞ്ഞത് വളരെ നല്ല. PDF എന്ന് പറയുമ്പോൾ അത് ഓറഞ്ച് നിറത്തിൽ തന്നെ പ്രദർശിപ്പിക്കുവാൻ ആ നിറം ഒരു ജ്ഞാന മാതൃകയാണെന്ന് ശ്രീജയക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിൻഡോ പറയുന്നു നീരജ് മാധവ് അഭിനയിക്കുന്ന ഒരു മ്യൂസിക് വീഡിയോയുടെ സബ്ടൈറ്റിലാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പം തിരുത്തിയതിന് ഒത്തിരി നന്ദി. അപ്പൊ ഈ ഒരു സംഭവം ആണ് ഈ ഒരു ട്രോളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നിറങ്ങൾ ഒക്കെയും ജ്ഞാനമാതൃകയാണ്. അതിന് ജ്ഞാനമാതൃക കാരണം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ നിങ്ങളിൽ പലരും, ഞാനും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പകരം മറ്റൊന്ന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവരുടെ ജ്ഞാനമാതൃകയിൽ അത് കൂടുതൽ പെട്ടെന്ന് വ്യക്തമായി തെളിഞ്ഞത് കൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. നമുക്കൊക്കെ അറിയാം കേട്ടോ, ഈ ട്രോളുകളിലൊക്കെ നിറങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ വീരയും അശ്വിതയും ഒക്കെ അവരുടെ പിന്നെ ഈ ഒരു പശ്ചാത്തല ജ്ഞാനം ഇല്ലാതെ മറ്റൊന്നായിട്ട്, പൊറോട്ടയും ബീഫും എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്നുള്ള നടന്റെ ശാരീരിക പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് മറ്റൊന്നായിട്ട് ഒക്കെ അതിനെ അങ്ങനെ നിർവചിക്കാൻ, അർത്ഥം ഗ്രഹിക്കാനുള്ള ശ്രമവും വളരെ രസകരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കുന്ന വിധം, നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടുള്ള അറിവുമായിട്ട് നമ്മൾ പുതിയ ഒന്നിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു വിധം വളരെ രസകരമായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ലെക്കോഫ് പറയുന്നത് പോലെ ഇത് സമൂഹത്തെ നമുക്ക് പഠിക്കാൻ കഴിയും. എങ്ങനെയാണ് വ്യക്തികൾക്ക് ജ്ഞാനമാതൃകകൾ വ്യത്യാസം വരുന്നില്ലേ? നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ട വേറൊരു കാര്യമുണ്ട്. വിസ്മയ എന്നുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ഒരു നമ്മൾ സോഷ്യൽ ആയിട്ടുള്ള ഒരു കൊലപാതകമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ വിസ്മയ എന്നുള്ള പെൺകുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്
ഉണ്ടായിട്ടുള്ള ചർച്ചകൾ എന്തുകൊണ്ട് അതേ കാലത്ത് തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് പെൺകുട്ടികൾ കൂടെ ഇതേ സന്ദർഭത്തിൽ ഇതേ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട്. ഇതേ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന പെൺകുട്ടികൾ എന്തുകൊണ്ട് വിസ്മയ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജ്ഞാന മാതൃകയിൽ ഒരു തരത്തിലും അതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ജ്ഞാന മാതൃക അനുസരിച്ച് പെൺകുട്ടി ഏതാണ് നമ്മുടെ വിവാഹം ആലോചിക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു രൂപം നമ്മൾ വിചാരിക്കില്ലേ. അപ്പോൾ എല്ലാ ഗുണങ്ങളും ഉള്ളത് വിസ്മയ അത്തരത്തിലുള്ള ഒരു മെറ്റഫറാണ്. കാരണം സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കയ്യിലുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു പെൺകുട്ടി മരിക്കാൻ യോഗ്യല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ഭർത്താവിനാൽ കയ്യേറ്റം ചെയ്യപ്പെടുവാനൊന്നും യോഗ്യല്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവൾക്ക് ഇങ്ങനെ വന്നല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു അതുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് നമുക്ക് കൂടുതൽ ഒരു അനുഭാവം അല്ലെങ്കിൽ മലയാളികൾ മുഴുവൻ വിസ്മയയുടെ മരണത്തിൽ അത്രയധികം കണ്ണീർ വാർത്തത് എന്നുള്ളതാണ്. അതിൽ ആ ഒരു ജ്ഞാനമാതൃക അവിടെ ഉടഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി മരിക്കാൻ യോഗ്യല്ല. ഇതിനൊക്കെ ചില കുറവുകളുള്ള പെൺകുട്ടികളാണ് മരിച്ചത്, അത് നമ്മളെ സംബന്ധിച്ചുള്ള ഓക്കെയാണ് എന്നുള്ള മട്ടിൽ ഇങ്ങനെ ജ്ഞാനമാതൃക എന്ന് പറയുന്നത് സാമൂഹികമായിട്ടൊരു ജ്ഞാനമാതൃകയുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റുകൾ എന്നൊക്കെ പറയുന്നത് സാമൂഹികമായിട്ട് ഉണ്ടായിട്ടുള്ള ജ്ഞാനമാതൃകകളാണ്. അതിനെ ചില ആളുകളൊക്കെ ഓവർകം ചെയ്യും. അവരെയാണ് നമ്മൾ വോക്ക് എന്നൊക്കെ പറയുക. അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തമായ ജ്ഞാനമാതൃകകളുള്ള ആളുകൾക്ക് ആ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് മനുഷ്യരെ ഉൾക്കൊള്ളാനും കഴിയും. അതുകൊണ്ടാണ് ലേൺ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ഫോർ ബെറ്റർ ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ജ്ഞാനമാതൃകകളിലാണ് നമ്മൾ ലോകത്തെ സങ്കല്പനം ചെയ്തിരിക്കുന്നത്, നമ്മളൊരു അറിവിനെ സങ്കല്പനം ചെയ്തിരിക്കുന്നതിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്, വ്യക്തികൾ വ്യത്യസ്തരാകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിക്കാൻ വളരെ എളുപ്പമാണ്, അതേപോലെ പ്രയാസവുമാണ് കേട്ടോ. അവരുടെ ജ്ഞാനമാതൃക നമ്മുടേതുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ടാണ് പല മനുഷ്യബന്ധങ്ങളും, വിവാഹം എന്ന് ഞാൻ പറയുന്നില്ല, പല മനുഷ്യബന്ധങ്ങളും ശിഥിലമായി പോകുന്ന അല്ലെങ്കിൽ ശിഥിലം എന്നൊക്കെ പറയുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ പോലും മനുഷ്യബന്ധങ്ങൾ എല്ലാ ബന്ധങ്ങളും ഒരേപോലെ ആവാത്തത് അതുകൊണ്ടാണ്, ജ്ഞാനമാതൃകയിലുള്ള വ്യത്യാസമാണ്. ഞാൻ വ്യക്തിത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാവില്ല നിങ്ങളിൽ ഒരാൾ വ്യക്തിത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എൻ്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അറിവായിരിക്കില്ല നിങ്ങൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആർജിച്ചു വെച്ചിട്ടുള്ള അറിവ്. ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ജ്ഞാനമാതൃകകളുടെ കോൺഫ്ലിക്റ്റ് ആണ് മനുഷ്യരുടെ കോൺഫ്ലിക്റ്റ് ആവുന്നത്, ബന്ധങ്ങളിലെ കോൺഫ്ലിക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനമാതൃകയാണ് എന്ന് മനസ്സിലാക്കുകയും പുതിയ ജ്ഞാനങ്ങളിലേക്ക് മനുഷ്യരെ നമുക്ക് നയിക്കാൻ കഴിയുകയും നമുക്ക് കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചാൽ കിട്ടും കേട്ടോ. അത് എത്രത്തോളം നമുക്ക് ഒരാളെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് അതും കോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്കിൽ പോലും നമുക്ക് മനുഷ്യരെ അല്ലെങ്കിൽ ജീവിതത്തെ കുറെ കൂടെ ബെറ്റർ ആക്കുവാൻ ഇത്തരം അറിവുകൾ, എങ്ങനെയാണ് കാര്യങ്ങളെ കൺസീവ് ചെയ്യുന്നത്, എവിടെ വ്യത്യാസം വരുത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ കോഗ്നിഷൻ എന്ന് പറയും മനുഷ്യനെല്ലാം ചിന്തിക്കുന്ന വിധം, ചിന്തയുടെ പാറ്റേൺ, എന്ത് കാരണം കൊണ്ടാവാം ഇയാള് അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുക, അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാത്തരം മനുഷ്യ പ്രവർത്തനങ്ങളെയും നമുക്ക് പഠിക്കാനുള്ള ഒരു മാർഗം കൂടി, ഒരു ടൂള് കൂടിയാണ്. കാരണം മനുഷ്യര് എന്ന് പറയുന്നത് അവരുടെ മസ്തിഷ്കത്തിന്റെ പ്രോഡക്റ്റ് ആണ്, അല്ലെ? മസ്തിഷ്കമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മസ്തിഷ്കം എങ്ങനെ അറിവിനെ ആർജിക്കുന്നുവെന്നും സങ്കല്പനം ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ കൂടെ ലൈഫ് എളുപ്പമാകും എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സും കോഗ്നിറ്റീവ് സെമാൻറ്റിക്സും ഒക്കെ പറയുന്നത് ഒരു കാര്യമാണെന്ന് വെച്ചാൽ മനുഷ്യനും അവൻ്റെ മസ്തിഷ്കവും അതിൻ്റെ പ്രവർത്തനങ്ങൾ, മസ്തിഷ്കത്തിന്റെ വൃത്തികൾ എങ്ങനെ ഭാഷയെ നിർണ്ണയിക്കുന്നു, അതാണ് ഭാഷ. ഭാഷ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും, ഈ പറഞ്ഞ നമ്മളെല്ലാവരും മലയാളം പറയുന്നുണ്ടെങ്കിലും ഓരോ കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഭാഷ എന്ന് പറയുന്നത് മറ്റേത് അറിവും മനുഷ്യൻ ആർജിക്കുന്നത് പോലെ ഒരു അറിവ് മാത്രമാണ്. അത് മനുഷ്യന്റെ ശരീരം, ഉടല്, ലോകത്തോട് ഉടലും ലോകവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലാണ് അറിവ് എന്ന് പറയുന്നത് മനുഷ്യന് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് ഉപസംഹരിക്കുന്നു. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട്. താങ്ക് യു. അപ്പോൾ നമുക്ക് ചർച്ചയിൽ കാണാം. താങ്ക് യു.